മനുഷ്യരെല്ലാം വളരെ തിരക്കിലാണ്, ഒത്തിരി കാര്യങ്ങളിലാണ്. പണ്ടത്തെ പോലെ നമുക്കിപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന, ഏകാന്തതയിലിരിക്കുന്ന, മൗനത്തിലിരിക്കുന്ന ഒരാളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ കാര്യമാണ്. എവ്രിബഡി ഈസ് എൻഗേജിങ് ഇൻ സംതിങ്. എല്ലാവരും എന്തിലൊക്കെയോ എൻഗേജ്ഡാണ്. പക്ഷേ ആ എൻഗേജ്ഡ് ആണെന്ന് പറയുമ്പോഴും എന്താ പറയുക, കൃത്യമായ മറ്റു പല സംഭവവികാസങ്ങളും നോക്കുമ്പോൾ ഈ എൻഗേജ്മെൻറ്റിനപ്പുറത്ത് വളരെ കൂടുതൽ ഒറ്റപ്പെടലുകൾ കൊണ്ടുണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങളുടെ ഒരു 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 ഉൽപ്പന്നവുമാണ് മനുഷ്യൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തര മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അതുല്യ വരെ 4 ആത്മഹത്യകൾ, അതും 4 പീഡന ആത്മഹത്യകൾ. ഉത്തര കൊലപാതകമായിരുന്നു, ബാക്കിയുള്ളതെല്ലാം പീഡന ആത്മഹത്യകളാണ്. ഇതെല്ലാം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ഈ 4 ആത്മഹത്യകൾ, ഇപ്പോൾ വിഭജിക, അതുല്യ, ഉത്തര, പിന്നെ ഇതിനിടയിലൊരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തിരുന്ന ഒരാൾ, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ഡോക്ടർ അല്ലേ, ഹോമിയോ ഡോക്ടറോ ആയുർവേദ ഡോക്ടറോ അങ്ങനെ 4 പേർ ഇവിടെയാണ് ആത്മഹത്യ ചെയ്തത്. ആ കല്യാണങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടം പോലെ. പഴയത് കൂട്ടൊന്നുമല്ല, 300 400 ഒന്നുമല്ല, 5000 ആളുകളാണ് കല്യാണത്തിൽ പങ്കെടുക്കുന്നത്. ചടങ്ങുകളുടെ ബാഹുല്യം കൂടി, ഒരുപാട് കൂടിച്ചേരുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായി, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായി, ഭയങ്കര കണക്ടിവിറ്റി ഉണ്ടായി, ഹൈ പ്രൊഫൈൽ നെറ്റ്വർക്ക് ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയോ കടുത്ത ഒറ്റപ്പെടലാണ്. എന്താണ് ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ വിശാലമായി, കൂടുതൽ പബ്ലിക് വിൻഡോസ് ഉണ്ടായി, കൂടുതൽ വെൻറ്റിലേഷൻസ് ഉണ്ടായി, കൂടുതൽ സൗഹൃദങ്ങളുണ്ടായി, പലതരത്തിലുള്ള വ്യതിയാനങ്ങളുണ്ടായി. പക്ഷേ ഇതെല്ലാം ചെന്ന് പതിക്കുന്നത് ഈ വേറൊരു തരം അവസ്ഥയിലേക്കാണ്. പിന്നെ മാനസിക രോഗത്തിൻ്റെ എണ്ണം വളരെ ഗണ്യമായി വർദ്ധിച്ചു. ഒരുപാട് ആളുകൾ പലതരം മെൻ്റൽ ഫ്രസ്ട്രേഷൻസിലാണ്, മാനസികമായ സംഘർഷങ്ങളിലാണ്. അത് മുൻപത്തേതിനേക്കാളും വളരെ കൂടുതലാണ്. ഒരുപാട് വീടുകളിൽ നിശബ്ദമായ ഡൈവോഴ്സുകളിൽ ജീവിക്കുകയാണ്. നിശബ്ദമായ ഡൈവോഴ്സുകൾ. പരസ്യമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല, പക്ഷേ ഒരേ വീടിനകത്ത് ഒന്നെങ്കിൽ മെക്കാനിക്കലായി കുറേ കാര്യങ്ങൾ നടക്കുന്നു. ഒരാൾ അടുക്കളയിൽ കുറേ പാചകം ചെയ്യുന്നു, മറ്റേ ആൾ ഇങ്ങനെ വരുന്നു പോകുന്നു, അങ്ങനെ നടക്കുന്നു. അതൊരു നിശബ്ദമായ ഡൈവോഴ്സ് പോലെ. ഇനി അതും കഴിഞ്ഞ് വേറൊരു തരത്തിലേക്ക് 2 ഫ്ലോറുകളിൽ ഉറങ്ങുന്ന, 2 മുറികളിൽ ഉറങ്ങുന്ന, സമൂഹത്തിൻ്റെ മുന്നിൽ മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്ന, റൂംമേറ്റ്സായി മാത്രം തുടരുന്ന, ഒരു മകനെ ഓർത്ത് അല്ലെങ്കിൽ ഒരു മകളെ ഓർത്ത് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, വേർപിരിഞ്ഞിട്ട് എന്ത് കാര്യം എന്നോർത്ത് നിസ്സഹായതയോടെ ജീവിക്കുന്ന മനുഷ്യരെയും കാണുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സുകളിലും ചിന്തകളിലും നടക്കുന്ന വ്യത്യസ്തമായ സംഗതികൾ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ കാരണം? നിങ്ങൾക്ക് അത്തരക്കാരെ അറിയാമോ? നിങ്ങൾ അത്തരം സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന, സുസ്മിത ചോദിച്ചതുപോലെ ഒരു ഒരുമിച്ചിരിക്കൽ അല്ലെങ്കിൽ വർത്തമാനം പറയൽ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സാധ്യമാകാത്തത്? അത്തരം കാര്യങ്ങൾ തടയുന്ന നിയമങ്ങളൊന്നും തൽക്കാലം നമ്മുടെ സമൂഹത്തിലില്ല. നിങ്ങളൊരു 10 പേര് കൂടിയിരിക്കുന്നതിനെ തടയുന്നു, അല്ലെങ്കിൽ അയൽബന്ധങ്ങളെ തടയുന്നു, അല്ലെങ്കിൽ ആരോടെങ്കിലും വർത്തമാനം തടയുന്നതിന് നിയമമൊന്നുമില്ല. പക്ഷേ ഒരേ സമയം ഇതിൻ്റെ പ്രയാസങ്ങൾ പറയുമ്പോഴും മറുവശത്ത് ഇതിനൊന്നും മെനക്കെടാൻ സമയമില്ലാത്ത വിധം എന്തിലൊക്കെയോ കുരുങ്ങിക്കിടക്കുന്ന വലിയ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ടായി മാറുന്നുവോ മനുഷ്യൻ്റെ ജീവിതം? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ കണ്ടിട്ടുള്ളവരെക്കുറിച്ച് പറയാം, നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് പറയാം, ഈ കുടുംബജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഈ കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ നിങ്ങളിൽ കാണാത്ത വ്യത്യാസങ്ങൾ നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ അടക്കമുള്ള ഈ ഒരുമിച്ച് പോകുന്ന യാത്രയിൽ, ഒരുമിച്ചിരിക്കുന്ന യാത്രയിൽ, ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിത സഞ്ചാരത്തിനിടയിൽ എവിടെയൊക്കെയാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ പിഴവുകൾ, കുറവുകൾ, എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്, എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനാവുന്നത്? ഞാൻ നേരത്തെ ചോദിപ്പിച്ചതുപോലെ വിവാഹം കഴിച്ച് മക്കളെ പറഞ്ഞയക്കുമ്പോൾ പല പല ആംഗിളിൽ നിന്നാണ് ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്നത്. ഉത്തരയുടെ കേസ് വരുമ്പം ഒരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത വിഭജികയുടെ കേസിൽ വരുമ്പോൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു.
അതുല്യയുടെ കേസിൽ വരുമ്പോൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അപ്പോഴും ഇതിലൊക്കെ ഒരു കാര്യം, കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെല്ലാം ഈ ഒരു കുട്ടികളിൽ നിന്നും ഒരു സൂചനയെങ്കിലും വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഉപദ്രവമുണ്ട് അല്ലെങ്കിൽ വയ്യ, ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടം നമ്മൾ പറയുകയാണെങ്കിൽ, അല്ല മോളെ, ഇത്രയും നമ്മൾ ചെലവ് നടത്തി കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, ഇനി എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും, നീ കുറച്ചു കാലം കൂടി ഒന്ന് പിടിച്ചു നിൽക്കുക, അവനൊരു മാറ്റം ഉണ്ടാകും എന്നാണ് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് എന്താണ് പ്രശ്നമെന്ന് മുന്നേ കൂട്ടി ഒരു സൂചന. അതല്ല, ചില കേസിലൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അതുല്യയുടെ കേസിൽ പറയുന്നത് കേട്ടു, എൻ്റെ മോളെ തിരിച്ചു തരുമോ എന്ന് അവനോട് ചോദിച്ചു. എന്നിട്ട് അവൾ തരാൻ അവൻ അങ്ങനെ പോയാൽ കൊന്നുകളയും എന്ന് പറഞ്ഞു. ആദ്യം മുതൽ മദ്യപാനമാണ്, ഇടിക്കുമായിരുന്നു, പൂട്ടിയിട്ടിടിക്കുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് മുഴുവൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുന്നത്, അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ എന്താണ് ഇതിനകത്തുള്ള ഒരു 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 സീരിയസ് ആയ പ്രശ്നം. ഞാനിതിനെ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ, ഈ കൂടിച്ചേരൽ എന്നൊക്കെ പറയുന്നതും ഒരുമിച്ചിരിക്കൽ എന്നൊക്കെ പറയുന്നതും വെറും അർത്ഥശൂന്യമായ ഒരുതരം കോമഡി ഷോ പോലെ ആയി പോകുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് 500 പേരെയോ 1000 പേരെയോ വിളിക്കുന്നു. പക്ഷേ ആ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ഇടപെടാൻ 5 പേരെ പോലും ഈ വന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയാത്തവണ്ണം ദുർബലമാണ്, വിശ്വസ്തതയില്ലാത്ത ബന്ധങ്ങളാണ്. അത് കേട്ടാൽ ആത്മാർത്ഥമായി ഇടപെടുന്ന പിന്നെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഈ വീടുകൾക്കകത്ത് പോലും പണ്ടിപ്പം 4-5 ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ വലിയച്ഛൻ്റെ മക്കൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ പെൺമക്കൾ, ഇവരെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയം ട്രബിൾ ഷൂട്ട് ചെയ്ത് ഇത് പരിഹരിക്കാൻ, ഇതിൽ ഇടപെടാൻ ആ കുട്ടിയോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറയുന്ന ഒരു പിന്തുണ കൊടുക്കാൻ കഴിയുന്ന കൂട്ടങ്ങൾ ഇന്ന് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ കുറഞ്ഞു വരുന്നു. ഇത് കമ്മ്യൂണിറ്റി വൈസ് തന്നെ ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പം ഞാൻ തിരിച്ചു പറയുന്നില്ല, ഇപ്പോൾ ഓരോ ജാതിയും മതവും വിഭാഗവും ഒക്കെ എടുക്കുമ്പോൾ ഈ സോഷ്യൽ കൊഹസീവ്നെസ്സിൽ അഥവാ ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതിൽ ഈ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വളരെ വളരെ വ്യത്യാസം ചിലപ്പോൾ പലയിടങ്ങളിലും കാണാം. ചിലയിടങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു വിഷയം വന്നു, ഞാനുമായൊരു പ്രശ്നമുണ്ടായി. അവളുടെ വിഷയത്തിൽ അവളുടെ അച്ഛനോ അമ്മയോ ഇടപെടുന്നതിനപ്പുറം അവർ വെളിവാക്കുന്ന വാർദ്ധക്യകാലത്തിൻ്റെ നിസ്സഹായത, അല്ലെങ്കിൽ അവർ പറയുന്ന എന്തോ ചെയ്യും മോളെ ഇങ്ങനെ ആയിപ്പോയല്ലോ ഞങ്ങളും വയസ്സിയെന്ന് എന്നൊക്കെ പറയുന്ന നിസ്സഹായതയുടെ അപ്പുറത്തേക്ക് ഇതൊന്ന് ടേക്കപ്പ് ചെയ്യാൻ ചിലപ്പോൾ സ്വന്തം രക്തബന്ധമുള്ള സഹോദരൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ച് അവരെ ജീവിതമായിട്ട് പോയി ഇപ്പം വിളിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ മറ്റേതാണ് മറിച്ചാണെന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു നിസ്സഹായമായ ഒരു തുരുത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ വരുമ്പോഴേ പെട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇതെവിടെയാണ് പിഴയ്ക്കുന്നത്? ഇത് തിരഞ്ഞെടുക്കുമ്പോഴാണോ പിഴയ്ക്കുന്നത്? അതല്ല, ഇതിൻ്റെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എവിടെയാണ്? ഇനി ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് വളരെ സ്വതന്ത്രമായി, നമ്മളിപ്പോൾ പറയുന്ന പോലെ വിവാഹ ജീവിതത്തിന് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഇനി മുതൽ ഒരു ശൂന്യാകാശത്ത് പോകുന്ന ഗഗനചാരിയുടെ തരത്തിലുള്ള ഓറിയൻറ്റേഷൻ കൊടുത്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടണോ? ഏത് സാഹചര്യത്തിലും നിനക്ക് ഓക്സിജൻ കിട്ടാതെ വന്നാൽ പോലും നീ ജീവിക്കാൻ പഠിക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരണോ? പിന്നെ അതുപോലെ തന്നെ എല്ലാ പാഠപുസ്തകങ്ങളുടെയും സിലബസിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു +1 +2 ഡിഗ്രി ക്ലാസ്സുകളിൽ നിർബന്ധമായും ഇത്തരം ആസ്പെക്റ്റുകൾ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഏതെടുത്താലും, സയൻസ് എടുത്താലും ബയോമാത്സ് എടുത്താലും, കാരണം ആഫ്റ്റർ ഓൾ ഇതെല്ലാം എടുത്താൽ പോലും ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവസാനം ഈ മനുഷ്യരെല്ലാം ചുരുങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സും അവിടെ ഉണ്ടാകുന്ന സംഗതികളും മുൻവിധികളോടുകൂടിയാണ് അവർ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നതല്ല കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്നതിൻ്റെ അകത്ത് നിന്നും ഫ്രസ്ട്രേറ്റഡ് ആ ഒരു പ്രഷറാണ് പിന്നെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറയാട്ടോ, നമ്മളെ വിശദീകരിക്കേണ്ടത്രയും നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇതിലൊരുപാട് സംഗതികളുടെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നുപോയതും
നിങ്ങൾ ഈ കൂട്ടങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് പറയാനും കേൾക്കാനും ഒരാളുണ്ടായിരുന്നോ? എന്നാൽ ഇന്ന് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചയക്കുന്ന കാലം വരുമ്പോൾ ഈ ഒരു നിസ്സഹായാവസ്ഥയുണ്ടോ? അല്ലെങ്കിൽ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? ഈ നമ്മൾ കാണുന്ന കൂട്ടങ്ങളൊക്കെയും, അത് വാട്സപ്പ് ഗ്രൂപ്പുകളാകട്ടെ, അല്ലെങ്കിൽ കല്യാണക്കൂട്ടങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഫാമിലി മീറ്റ് ആകട്ടെ, ഇതെല്ലാം വൈകാരികമായ കണക്ടിവിറ്റി ഇല്ലാത്ത, പരസ്പരമില്ലാത്ത വെറും തുരുത്തുകളാണോ? ഇതെല്ലാം വെറും കാണിപ്പിക്കലുകളാണോ? ഇതെല്ലാം വെറുതെ നമ്മൾ ആളുകളെ എന്തൊക്കെയോ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തലാണോ? അതോ നമ്മുടെ ഒരു പൊങ്ങച്ചവും നമ്മുടെ ഒരു ഇതും, എൻ്റെ കല്യാണത്തിന് ഇത്ര 1000 പേര് വന്നു, ഇതാ കണ്ടോ എൻ്റെ ഇതെല്ലാം കണ്ട് നിങ്ങൾ അങ്ങനെ പൊയ്ക്കോളൂ എന്ന് പറയുന്ന തരത്തിലേക്കാണോ? അതോ ഇനി ഈ വിവാഹം അല്ലെങ്കിൽ ബന്ധങ്ങളെന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു ആത്മാംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങിയതുകൊണ്ടാണോ? അതിനെന്താണ് കാരണം? എവിടെയാണ്? സാങ്കേതികവിദ്യയാണോ നിങ്ങളെ തകർത്തത്? അതല്ല പിന്നെ ചിന്താഗതികളാണോ? എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ കണ്ടിട്ടുള്ളവരുടെ ജീവിതങ്ങളും, പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ 4 എണ്ണവും ആരോ സാമൂഹ്യ മാധ്യമത്തിൽ ചോദിച്ചിരിക്കുന്നത്, ഇത് 4 എണ്ണവും നടന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലാണ്. എന്താണ് കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത? കൊല്ലത്ത് ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ സ്വർണവും പണയവും ഇതിൻ്റെ ഒരു കാണിപ്പിക്കലും ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, അതിനേക്കാൾ വലിയ ഉത്സവമാണ് മലബാർ സൈഡിലേക്ക് ഇപ്പം വിവാഹങ്ങളെന്ന് പറയുന്നത്. വേറൊരു തരത്തിലെ ആഘോഷത്തിൻ്റെ വേറൊരു തരത്തിലെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ സംഗതിയാണ് ഇവിടെ. പിന്നെ അതൊക്കെ കണ്ട് ചെറിയ രീതിയിലൊക്കെ ഇവിടെയും അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ മാത്രമായ ഒരു സവിശേഷമായ പ്രത്യേകത. പിന്നെ ഹ്യൂമൻ റിലേഷൻസ്, മനുഷ്യൻ്റെ ബന്ധങ്ങൾക്കിടയിൽ എനിക്ക് തോന്നുന്നു പിന്നെ മലബാറിനേക്കാൾ കുറച്ചുകൂടി വീക്കാണ് തിരുവിതാംകൂർ. അല്ലെങ്കിൽ അത്തരമൊരു കൊഹസീവ്നെസ് തീരെ കുറവാണ്. എനിക്കില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഞാൻ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്തരത്തിലൊരു അഭിപ്രായം എനിക്കില്ല. പ്രാദേശികമായി നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ? അതായിരിക്കും. അതങ്ങനെ പണ്ടേ പറയുന്നതാണ്. കുറച്ച് സ്നേഹമുള്ളവർ അവിടെയാണ്, കുറച്ച് സ്നേഹമുള്ളവർ ഇവിടെയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലുള്ള കള്ളക്കളികൾ ചെയ്യുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രദേശത്ത് മാത്രമേ നല്ല ആളുകളുള്ളൂ. കുറച്ച് ആളുകൾ സാമൂഹിക ബന്ധങ്ങളിലും മാനസിക ബന്ധങ്ങളിലും കുറച്ച് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ ഒരു അനുഭവമായിരിക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ള സംഗതികളും ഒക്കെ സംസാരിക്കാം. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ എപ്പോഴും സ്ത്രീപക്ഷമായിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. പിന്നെയുണ്ട്. അപ്പോൾ ആ ഒരു അതിനൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവരിത് പുറത്ത് പറയുന്നില്ല. അവർക്ക് കുറച്ചുകൂടി അഭിമാന പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു ആ ഒരു ഫാമിലി എല്ലാം പറയും ഇതൊന്നും പുറത്തറിയണ്ട, നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം എന്നുള്ള രീതിയിൽ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ അവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അവിടെ ഒരു എലമെൻ്റ് ഉള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്തരത്തിൽ ഈ ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ട് ഈ വിവാഹത്തിൻ്റെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണം കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആ എലമെന്റ് എന്താണെന്ന് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, അതുണ്ടാവുമായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിലുള്ള ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സംഗതി വളരെ കുറവാണ്. എനിക്കതിൽ തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഈ വസ്ത്രങ്ങൾ മാറാൻ കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, പുരുഷൻ്റെ വസ്ത്രം സ്ത്രീക്ക് ഇടിക്കാനും പുരുഷന് തിരിച്ചങ്ങടും ഇങ്ങടും ഒക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അടുത്ത സമയത്ത് മോഹൻലാലിൻ്റെ പരസ്യമൊക്കെ കണ്ടില്ല? അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ എലമെൻ്റ് എന്താണെന്ന് നോക്കി, അതായത് ഈ പുരുഷന് ഇങ്ങനെ ഇതിലാവാൻ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നാത്ത വിധം അവൻ്റെ ഒരു അതിജീവനത്തിന് ഉതകുന്ന ഘടകം എന്താണെന്ന് നോക്കിയിട്ട് ആ ഘടകം ഈ പെൺകുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മരിക്കാതിരുന്നേ. ഇപ്പം എന്തോ ഒരു എലമെൻ്റ് ആണല്ലോ അവനെ ഇത് ചെയ്യിക്കാത്തത്. ഒന്നെങ്കിൽ അതിപ്പോൾ ഞാൻ പാചകം സ്ത്രീകൾ മാത്രം ചെയ്യുക എന്നുള്ളൊരു രീതി ഉണ്ട്. പക്ഷെങ്കിൽ അതിനപ്പുറത്തേക്ക് പുരുഷന്മാർ ചെയ്യുന്നവരുണ്ട്. പാചകം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞ, എന്തോ ചില ഘടകങ്ങൾ പുരുഷന് അല്ലെങ്കിൽ ഭർത്താവിനെ ഈ കുടുംബ ബന്ധങ്ങളുടെ എന്തെങ്കിലും തകർച്ചയിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. ഒന്നെങ്കിൽ ആ തടയുന്നതിൻ്റെ കാരണം അവന് വേറെ കല്യാണം കഴിക്കാൻ എനിക്കിനി മാർഗമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ലെന്നുള്ള തോന്നലോ എന്തൊക്കെയോ ഘടകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ എലമെന്റ് എന്തുകൊണ്ട് സ്ത്രീകളുടെ മനസ്സിലേക്ക് അത്തരം ഒരു സംഗതി കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം വാർത്തകൾക്ക് ശേഷം തിരിച്ചു വരാം.
സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചറിൽ ഇതാ കൂടെയുള്ളത് സുസ്മിത അനിൽ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കൂടെ ഇരുത്തത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള നമ്മൾ പറഞ്ഞു നിർത്തിയ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇത്തരം ചർച്ചകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ വ്യൂസ് കൂടി ഷെയർ ചെയ്യുമ്പോഴാണ് വളരെ റിലവൻ്റ് ആയിട്ടുള്ള നിങ്ങൾ കാണുന്ന, നിങ്ങൾ വായിച്ചറിഞ്ഞ, നിങ്ങൾ നോക്കിക്കാണുന്ന നിങ്ങൾക്കൊക്കെ എല്ലാ വാർത്തകളിലും ഒരു നിഗമനം ഉണ്ടാവും, നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഈ സംഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ ആ സംഗതികളെക്കുറിച്ചാണ് നിങ്ങളുടെ പ്രതികരണം ആരായുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ഈ ബന്ധങ്ങൾ വളരെ ശൂന്യമായി പോകുന്നോ, ഹൃദയബന്ധങ്ങൾ വളരെ കുറഞ്ഞു പോകുന്നോ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് അതങ്ങനെ പങ്കുവെക്കാം, ഇന്നയാളിനോട് പറയാം എന്ന് പറയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ തീരെ ഇല്ലാതാകുന്നു. അത് കുടുംബ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്, അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്താത്ത നിസ്സഹായത എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് രക്തബന്ധം കുറഞ്ഞതുകൊണ്ടാണോ, വ്യക്തിബന്ധങ്ങളില്ലാതായതുകൊണ്ടാണോ, സാമൂഹിക ബന്ധം കുറഞ്ഞതുകൊണ്ടാണോ, എവിടെയാണ് മാറ്റേണ്ടത്? പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഒരു ആണ് ജീവിതത്തിൻ്റെ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ ജീവൻ ഒടുക്കിക്കളയാം എന്ന് തീരുമാനിക്കാത്തത്? മറിച്ച് ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു പോകുന്നു? ഈ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇതിലുള്ള പ്രത്യേകമായ അഡ്വാൻറ്റേജ് എന്താണ്? അതൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും പെൺകുട്ടികളെ നമ്മൾ പറയുന്നത് നിനക്കൊരു വിവാഹബന്ധം ഉണ്ടാവുന്നതാണ് നിൻ്റെ ഒരു സ്റ്റാറ്റസ്, ലൈഫ് സ്റ്റാറ്റസ് എന്ന് കണക്കാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അത് തകർന്നു പോവുകയാണെങ്കിൽ ജീവിതം തന്നെ വേണ്ട. അതൊരു തെറ്റായ ബോധമാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോധത്തെ മറികടക്കണ്ടേ? ഇപ്പം നമ്മളെ കേൾക്കുന്നവരിൽ എത്രയോ പേര് കാണും ഈ വിവാഹബന്ധം വേണ്ട, പല കാരണങ്ങൾ കൊണ്ട് വേണ്ട, അല്ലെങ്കിൽ തനിച്ചായി പോയപ്പോൾ കരുത്ത് നേടിയവർ എത്ര പേരുണ്ടാവും, അതിനകത്ത് അവർ പിടിച്ചു നിന്നവർ എത്ര പേരുണ്ടാവും? എന്തുകൊണ്ട് അത്തരം സംഗതികൾ ഈ പറയുന്നത് പോലെ അത്തരം എലമെൻറ്റുകൾ, അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? വിവാഹ ബന്ധത്തിനേക്കാൾ അപ്പുറത്തേക്ക് ജോലിക്കും അല്ലെങ്കിൽ പഠനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർ ആദ്യം തയ്യാറാകണം. ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴുള്ളൊരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു നമ്മുടെ ഒരു എന്താ പറയുക ഉപദേശമാണ്, നീ മറ്റൊരു വീട്ടിൽ പോയിട്ട് ജീവിക്കേണ്ടവളാണ്, നീ മറ്റൊരാളുടെ വീഴ്പഴിക്കേണ്ടവളാണ്. ആ ഒരു രീതിയിലുള്ള സംസാരങ്ങൾ, അത്തരം ചർച്ചയൊന്നും ഇപ്പൊ എങ്ങും വേവുന്നില്ലല്ലോ സുസ്മിത. അത് വേവുന്നില്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളോട് അത്തരം ന്യായങ്ങളൊന്നും പറഞ്ഞാൽ അവർ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്ന പെൺകുട്ടികൾ പോലും ഇങ്ങനെ ചെന്ന് പെട്ട് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് വളരെ ഭയങ്കര, നമ്മൾ സാറിന് പറയത്തില്ലേ, ഭയങ്കര കിലിക്കാമ്പട്ടി പോലുള്ള കുട്ടിയായിരുന്നു എല്ലാം പറഞ്ഞാൽ അവളൊന്നും മൈൻഡ് ചെയ്യുന്നവളായിരുന്നില്ല, അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. എന്നാൽ തിരിച്ച് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എവനൊട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് സ്വന്തം വീട്ടിലുള്ള അച്ഛനമ്മമാർ പറയുന്നത് ഇനി അവനെയാണ് ഏൽപ്പിക്കുന്നത്, ഇനി ആ ആളാണ് നിന്റെ സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കേണ്ടത്. ഇപ്പം ഞങ്ങളുടെ ഒരു ഭാഗം കഴിഞ്ഞു, ചില ആളുകളുടെ ഉത്തരവാദിത്തം അതിലൂടെ കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ബന്ധു വീട്ടുകാരും ഉണ്ട്, അമ്മ വീട്ടുകാരും ഉണ്ട്. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും സ്നേഹം ഇല്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് അതിജീവിക്കാൻ എന്താ മാർഗം? അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇത്തരം പ്രതിസന്ധികൾ വരുന്നു, ഇത്തരം ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രതിവിധി എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഒരു പരിധിവരെ. എന്ന് വെച്ചാൽ ഇതല്ല അവസാനം, ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു അവസാനം ഇതല്ല എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കാൻ ഈ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുന്ന അന്ന് മുതൽ ഈ പെൺകുട്ടികളുടെ വീട്ടിലെ അച്ഛനമ്മമാർ ശ്രമിക്കണം. ഇതിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും പല സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത് ചെല്ലുന്ന ഇത്തരത്തിലുള്ള വിവാഹമോചനം നടത്തുന്ന ആളുകളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും പറയുകയാണ്, എൻ്റെ മോളോട് അവൻ്റെ കൂടെ തന്നെ പോകണമെന്ന് പറയണം, ഞങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് മോള് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ഒരു അഭിമാന പ്രശ്നമായിരിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്, നോക്കാം. രണ്ടുപേർക്ക് നമസ്കാരം. നമസ്കാരം, പറയൂ. നമ്മളിപ്പോ കൊല്ലം ജില്ലയിൽ തന്നെ അടുത്തടുത്ത സമയങ്ങളിലായിട്ടുള്ള ആത്മഹത്യകളും പീഡന മരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ആദ്യം നമ്മുടെ രക്ഷകർത്താക്കളാണ് അതിനൊരു നല്ല രീതിയിൽ അവരെയാണ് ബോധം ഉണ്ടാകേണ്ടത്. കാരണം നമ്മളൊരു പെൺകുട്ടി വളർന്നു വരുമ്പോഴേ, അതായത് ചെറിയ പ്രായം മുതലേ അവളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അടക്കം ഒതുക്കം ഉള്ളവളായി വളർത്തണം.
നാട്ടുകാരെ പേടിച്ച് ജീവിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളിലേക്ക് നിറച്ചു കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും അതുണ്ടായി കഴിഞ്ഞാൽ നേരിട്ട് വന്ന് രക്ഷകർത്താക്കളോട് പറയുമ്പോൾ ആദ്യം അവർ ചിന്തിക്കുന്നത് ഇപ്പൊ നമ്മുടെ കുടുംബക്കാരെന്ത് പറയും. ഒരു കുട്ടി വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ ആ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അവളോട് പറയണം. അതുവരെ അവൾ ഉപയോഗിച്ചിരുന്ന മുറി അവൾക്ക് വേണ്ടി എന്നും അവിടെ തന്നെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൾക്ക് അവിടെ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെ അടുക്കിലേക്ക് വരാം. അവൾക്ക് എന്നും ആ മുറി അവളുടെ സ്വന്തമായിട്ട് തന്നെ അവിടെ ഉണ്ട് എന്നൊരു ബോധം അവളുടെ ഉണ്ടാവണം. അല്ലാതെ നമ്മളിപ്പോ ഒരു കല്യാണം കഴിച്ചു വിടും പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ നിന്റെ ഭർത്താവാണെല്ലാം അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരാണെല്ലാം എന്നും പറഞ്ഞു, അല്ലെങ്കിൽ നീ എന്തെങ്കിലും പ്രശ്നമുണ്ട് അവൻ രണ്ടടിച്ചാൽ അതൊക്കെ ഒരു ജീവിതമാണ്, അത് കൊണ്ട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു വിടുന്നതിനേക്കാൾ ഉപരി രക്ഷകർത്താക്കൾ പറഞ്ഞയക്കേണ്ടത് നിനക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും വരാം. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുക. അതായത് ഇപ്പം ഈ നമ്മുടെ എന്നോട് സംസാരിക്കുന്ന ആളിൻ്റെ നമ്മുടെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായാൽ, ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ വളരെ വിശ്വാസത്തോടെ നമുക്ക് നിങ്ങൾക്ക് പറയാനും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും? ഈ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും, എൻ്റെ സഹോദരങ്ങളുണ്ടാവും. ഓക്കെ, അതെന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതുപരി പിന്നെ രക്ഷകർത്താക്കൾ വേറൊരു തീരുമാനം എടുക്കേണ്ടത് 18 വയസ്സാകാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുക. എന്തുവാണല്ലോ അവർക്കൊരു ചെറിയൊരു വരുമാന മാർഗം ഉണ്ടായിരിക്കണം. അതാണ് പെൺകുട്ടികളെ എല്ലാ രക്ഷകർത്താക്കളും പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക. അതുപോലെ തന്നെ ഈ ചെറിയ പ്രായത്തിൽ പിടിച്ച് കല്യാണം കഴിക്കാതെ ഒരു 10-26 വയസ്സ് വരെയൊക്കെ അവർ വിദ്യാഭ്യാസം ചെയ്ത് അവരുടെ ജോലി അവരൊരു സ്വന്തം കാലിൽ നിന്ന് പ്രാപ്തരാകട്ടെ. സമൂഹത്തിൽ അവർക്ക് അവരുടേതായ ഒരു നിശ്ചയദാർഢ്യം വന്നതിന് ശേഷം അവരുടെ ഒരു ജീവിതത്തിലേക്ക്. ഇപ്പോഴത്തെ പെൺകുട്ടികളെ ഭൂരിഭാഗം പിള്ളേരും പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട എന്നുള്ളതാണ്. അത് കുറെ മാറ്റം വന്നിട്ടില്ല ചേച്ചി. ചിലപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള സംസാരങ്ങളിലേക്ക് അതായത് ഒരു ബയോളജിക്കൽ മെച്യൂരിറ്റിയേക്കാൾ അവൾക്കൊരു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് ആണ്. പിന്നെ പുരുഷന്മാര് വിവാഹത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് ആത്മഹത്യ, അവർ ഒരുപാട് പീഡനം സഹിക്കുന്ന ആണുങ്ങളുണ്ട്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അവര് ചെയ്യാത്തത് ഒരു പക്ഷെ അവർക്ക് കരയാൻ പാടില്ല. സമൂഹം അവർക്ക് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരു പക്ഷേ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരാൾ പോയിരുന്നാലും പെട്ടെന്ന് ഒരാളെ കണ്ടെത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. അത് സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതലില്ലേ അവസരം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് സമ്മതിക്കാൻ കൂടി വേണ്ട. അത് എല്ലാരും സമ്മതിച്ചു വരുന്നൊരു കാര്യം നടക്കത്തില്ല. പക്ഷെ പുരുഷൻ അത് ഒരു പടി മുന്നിലാണ് അക്കാര്യത്തില്. ഓക്കെ, അപ്പോൾ ചേച്ചി പറഞ്ഞതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്, അതിൽ പുരുഷന്മാർക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? പുരുഷന്മാർക്ക് അറിയാൻ പാടില്ലെന്നല്ല, പുരുഷന്മാര് പൊതുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുതരം ഒരു സ്റ്റീരിയോ ടൈപ്പ് തിങ്കിങ് പുരുഷൻ്റെ മനസ്സിൽ നീയാണ് നയിക്കേണ്ടത്, നീയാണ് എൻ്റെ ഒരാൾ, നീ അങ്ങനെ കരയാൻ പാടില്ല, നിനക്ക് മീശയുണ്ട്, നീ കൊമ്പം മീശക്കാരനാണ് എന്നൊക്കെ പറയുന്നൊരു ചിന്താഗതിയുണ്ട്. ഇതൊക്കെ സ്ത്രീക്കും ആവാം. നമ്മളെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ചിന്തകളാണ്. അയാളുടെ ചിന്തകളാണ് അയാൾ, അല്ലാതെ വേറൊന്നുമല്ല അയാൾ. അയാളുടെ ചിന്തകളായി അയാളെ നിലനിർത്തുന്നിടത്തോളം എടുക്കൂ. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ. നമസ്തേ സാറേ. നമസ്കാരം. എന്റെ മോള് IT പഠിക്കുന്ന മോടെ കൂടെ വിവാഹം കഴിച്ച ഒരു കുട്ടിയുണ്ട്. ഇവരുടെ കൂടെ പോകുന്നത്. അവളെന്നും വന്നിട്ട് പറയും, എന്തിനാമ്മ കല്യാണം കഴിക്കുന്നത്? ചേച്ചി ഒരുപാട് പ്രഷറാണ് ആ വീട്ടിൽ അനുഭവിക്കുന്നത്. താമസിച്ച് തന്നാ കുറ്റ, അമ്മായിയമ്മ വഴക്ക് പറയും, ഹസ്ബൻഡ് കഴിവില്ല. അന്നേരം ഞാൻ ചോദിക്കും, മോള് ചോദിക്കാണ് എന്തുവാ അവിടുത്തെ പ്രശ്നം. അപ്പം പറയും വീട്ടിൽ ജോലി ചെയ്യത്തില്ല, അങ്ങനെ ഇങ്ങനെ. എപ്പോഴും വന്ന് പറയും ഞാൻ വിവാഹം ചെയ്യത്തില്ല അമ്മ, വേണ്ട എന്നാണ്. അവരുടെ ഒരു എന്നുവെച്ചാല് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം മാറും എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു കാര്യം, ഇപ്പോൾ 18 വയസ്സിൽ 19ാമത്തെ വയസ്സിൽ കെട്ടിക്കുന്ന ഒരു പെൺകുട്ടിയും 26ാമത്തെ വയസ്സിൽ കെട്ടിക്കുന്ന ഒരു പെൺകുട്ടിയും രണ്ട് കണ്ടീഷൻഡ് മൈൻഡോടുകൂടിയാണ് ജീവിതത്തെ സമീപിക്കുന്നത്. അതെ, തീർച്ചയായും. ശരി, വിളിച്ചതിന് സന്തോഷം. അപ്പോൾ എങ്ങനെ ഇതൊരു കോണ്ടെക്സ്റ്റാണ്. അതായത് ഈ കൂടെ വിവാഹം കഴിച്ചവരുടെ കൂടെ പഠിക്കുന്ന, വിവാഹം കഴിച്ചവരുടെ കൂടെ ജീവിക്കുന്ന ഒരു സഞ്ചരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഷറുകൾ ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരാളുടെ ചിന്തയാണ് അയാൾ എന്ന് പറയുന്നത്.
അയാളുടെ ചിന്താഗതി എന്ന് പറയുന്നത് 18 വയസ്സിൻ്റെ ചിന്ത 25 വയസ്സിൻ്റെ ചിന്തയാവില്ല. വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടി കരുത്തുണ്ടാവും, കുറച്ചുകൂടി വേറിട്ട അഭിപ്രായം ഉണ്ടാവും, കുറച്ചുകൂടെ നിലപാടുണ്ടാവും. ഇങ്ങനെ സാഹചര്യങ്ങൾ കണ്ടും അനുഭവിച്ചും അറിഞ്ഞു മാത്രമല്ല, ഇപ്പം 24 വയസ്സുള്ള ഒരു മരുമോളുടെ അടുത്ത് ഒരു അമ്മായിയമ്മയോ നാത്തൂനോ പെരുമാറുന്നതും അല്ലെ 26 വയസ്സുള്ളവരടുത്ത് പെരുമാറുന്നതും 18 വയസ്സുള്ളവരടുത്ത് പെരുമാറുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ തരത്തിൽ ഉള്ള ഒരു വ്യതിയാനം അവിടെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ചിന്തകളെ അല്ലെങ്കിൽ ആ ചിന്തകളെ അങ്ങനെ ആക്കി തീർക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സംഗതിയിലേക്ക് എത്തപ്പെടുന്ന സമയം വരെ അതിനുവേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അതിലേക്ക് എത്തുന്നത് വരെ അതിനുവേണ്ടി കരുതിയിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ മുമ്പത്തെ പാസഞ്ചർ പറഞ്ഞ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ആൺകുട്ടികളുള്ള വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവൻ ഇവിടെ താമസിക്കേണ്ടവനാണ് എന്ന് കരുതി അവർക്ക് പ്രത്യേകമായിട്ടുള്ള റൂമുകളൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പ്ലാനിൽ ഉൾപ്പെടുത്തും. എന്നാൽ പെൺകുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അവർ പോകേണ്ടവരാണ്, അവരിവിടെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയല്ല, അവർ പോകേണ്ടവരാണ് എന്ന് കരുതി അവരുടെ ആ ഒരു റൂം ഒഴിയുന്നത് ചിലപ്പോൾ നമ്മുടെ ആങ്ങളയ്ക്ക് കൊടുക്കാം എന്നുള്ള അത്തരത്തിലുള്ളൊരു ചിന്ത വരും. ഇങ്ങനെ ഇതുപോലെ കല്യാണം കഴിഞ്ഞു പോകുന്ന എത്ര പെൺകുട്ടികൾക്ക് തിരിച്ചെത്തിയാൽ സ്വന്തം മുറി തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അതൊന്ന് ചോദിക്കണം. അത് ഓഡിയൻസിനോട് ചോദിക്കണം, നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കളോട് ചോദിക്കണം. അതൊരു കൾച്ചറൽ സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലബാർ സൈഡിൽ തിരിച്ചല്ലേ വീട്ടുമാപ്പിള എന്നുള്ള അറ തിരിച്ചാണ് വരുന്നത്. അതായത് ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെയുണ്ട്, രണ്ട് രീതിക്കുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ചി വീട്ടിൽ താമസിക്കുന്നവനെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കാര്യമില്ല. സാഹചര്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്സ്. എവിടെയാണോ കംഫർട്ടബിൾ, എന്താണോ അതിന്റെ ഒരു സാഹചര്യം, അതിനനുസരിച്ചാണ്. യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞ് ഒരു 1.5-2 വർഷം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാകാതെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു മകളിൽ നിന്നൊരു വീട്ടമ്മയാവാനുള്ള അപ്പുറത്തേക്ക് ഒരു സമയത്തൊക്കെയാണ് പ്രഗ്നൻസി ടൈമൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു കുട്ടിക്ക് അറ്റാച്ച്മെന്റും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അമ്മയുടെ അടുത്തുള്ള സാമീപ്യമായിരിക്കും. അപ്പോൾ കൂടെ ആ ഹസ്ബൻഡും അതുപോലെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമെ സാറിപ്പോൾ പറഞ്ഞ പോലെ അച്ഛ വീട്ടിൽ നിൽക്കുകയാണെന്നുള്ള രീതിയായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഭാര്യമാരെ കെയർ ചെയ്യുന്ന ആണുങ്ങൾക്ക് കിട്ടുന്ന ഒരു പട്ടമാണ്, അങ്ങനെ കിട്ടുന്ന ഒരു ലേബലാണ് അത്. പക്ഷേ അത്തരത്തിൽ പോയാലും നമ്മുടെ സമൂഹം അതിനെ പരിഹസിക്കും. വേറെ രീതിയിൽ ഇപ്പോൾ വിവാഹമോചനം നടത്തുന്നവരെയും സമൂഹം പരിഹസിക്കും. അപ്പോൾ അതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ സംസാരങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താണോ ആ ഒരു കുടുംബത്തിന് വേണ്ടത് എന്ന് കണ്ട് അതിനനുസരിച്ച് പെരുമാറാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്ത് തരത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ എന്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല. ചുറ്റുമുള്ള ആളുകൾ ആദ്യം ജോലി ആയില്ലേ എന്ന് ചോദിക്കും, പിന്നെ കല്യാണം ആയില്ലേ എന്ന് ചോദിക്കും, കുട്ടികളായില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ ഓരോ വർഷവും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോ ആളുകളിൽ പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതെല്ലാം ചോദിക്കുന്നത്, ഇതെല്ലാം കേൾക്കുന്നത്, ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാതുകൾ മാത്രമാണ് കേൾക്കുന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ സുഖമായി സന്തോഷമായി ഇങ്ങനെ ജീവിക്കാം. എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞ ജീവിതത്തിൽ രണ്ടുപേരും പരസ്പരം വല്ലാതെ ഡിപ്പെൻഡബിലിറ്റിയും അഡിക്ഷനും കാണിച്ചു പോരുത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിമത്തം പോലെ, ഭയങ്കരമായിട്ടൊരു ഡിപ്പെൻഡബിലിറ്റി പോലെ അത് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും കാണിക്കരുത്. എന്താ ദോഷമെന്ന് വെച്ചാൽ, കുറഞ്ഞ പക്ഷേ ഈ രണ്ടുപേരെ ശരിക്കും മനസ്സിലാക്കുന്നത് വരെയെങ്കിലും കാണിക്കരുത്. കാരണം ഇല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യും. ഒരാളൊരാളിനെ ചൂഷണം ചെയ്യും. ഇപ്പോൾ ഭാര്യ 24 മണിക്കൂറും ഇങ്ങനെ ഭർത്താവിൻ്റെ ജീവിതം, അവർ വരുന്നത് ഇവർ പോകുന്നത്, അങ്ങനല്ല. അവരവരുടെ ഒരു ഇൻഡിപെൻഡൻസിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഒരു സംഗതികളുമൊക്കെ നമ്മൾ അത്തരത്തിൽ എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻസി നിലനിർത്തി പോകണം. ജീവിതത്തിന്റെ അങ്ങനെ സന്തോഷം മുഴുവൻ ഇതാണ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ അച്ഛൻ പറഞ്ഞാൽ അതുപോലെ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അച്ഛനും തെറ്റുകൾ പറ്റാം. ഇപ്പൊ നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിലും അമ്മമാര് പറയുന്നത് അച്ഛൻ എന്ത് പറഞ്ഞാലും എല്ലാരെയും കേൾക്കണം, അതേപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണം. പക്ഷെ അതിന്റെ ഏറ്റവും ഉചിതമായ തീരുമാനം ഈ കേൾവി എന്ന് പറയുന്നതിന് നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 10 പേര് നമ്മുടെ അടുത്ത് 10 കാര്യങ്ങൾ പറയുന്നു. അതിന് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു ക്ലോസ് സർക്കിളിലേക്ക് കൊണ്ടുവന്ന് 5 പേരുമായിട്ട് ഈ 10 പേര് പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ അത് കുറച്ചുകൂടെ ക്രിസ്പാവും. പിന്നെ നമുക്ക് ഏറ്റവും ക്രെഡിബിലിറ്റിയും വിശ്വസ്തതയുമുള്ള ഒരാളിലേക്ക്
നമ്മളതിനെ കൊണ്ടുവരണം. ഒരു സുഹൃത്തായിരിക്കാൻ അങ്ങനെ ഉള്ള ആളുകൾ വേണം. അങ്ങനെയുള്ള അതിപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു പാസഞ്ചർ വിളിച്ചോൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എൻ്റെ അച്ഛനും അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത്തരം സഹോദരങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു വേദന വരുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഈ വേദനിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഇതിനനുസരിച്ച് നിൽക്കുന്ന ഒരു സംഗതി, ഒരു നിലപാട് സ്വീകരിച്ചാൽ, അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഭാഗ്യമാണ്. അതെ അതെ തീർച്ചയായും. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ ഹലോ പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സുസ്മിത. ഗുഡ് മോർണിംഗ് പറയൂ. സാർ ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഈ ആത്മഹത്യകളെ കുറിച്ചല്ലേ പറഞ്ഞേ, കുട്ടികള് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ആൺകുട്ടികൾ ചെയ്യുന്നില്ല, പെൺകുട്ടികൾ ചെയ്യുന്നു. അതിന്റെ കാരണം എന്താന്നുള്ളത് ഞാനും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴ് നമ്മുടെ സമൂഹത്തില് ആണിനോളം വളർന്നു പെണ്ണില്ലേ എല്ലാ കാര്യത്തിലും. പക്ഷെ ഇതില് മാത്രം എന്താ ഈ കുട്ടികള് ഡിപ്പെൻഡ് ആകാത്ത ഒരു സംശയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബോൾഡായിട്ട് സംസാരിക്കും, എല്ലാം ചെയ്യും. കൂടുതൽ ബോൾഡായിട്ട് സംസാരിക്കുന്ന കുട്ടികളാ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പല കാര്യത്തിലും എടുത്തു നോക്കിയാലും. അത് എന്തുകൊണ്ടാണെന്ന് നമ്മള് എന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ നോക്കുമ്പോ കൊച്ചു ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ആ കൊച്ചായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത്. പാവം പോലെ ഇരിക്കുന്ന ഒരു കൊച്ചു ഒരിക്കലും ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതെന്താന്നുള്ളത് നമ്മള് ഈ കാരണം കണ്ടെത്തണം. ഈ കൊച്ചുങ്ങള് വീട്ടിൽ നിന്നുള്ളതിന്റെ ആണോ, പഠിക്കാൻ പോകുന്ന ഇതാണോ, എന്തായാലും എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം അതാ. പിന്നെ നമ്മൾ കൊച്ചുങ്ങളെ സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിച്ചു വിടുന്നത് എന്നാ നല്ലത്. അപ്പൊ അവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിന്റെ ഒരു കെയർ ഉണ്ട്, നമ്മുടെ വീട്ടിലോട്ട് വരാനൊരു സാഹചര്യം എല്ലാം കൊടുക്കണം. എന്നും പറഞ്ഞാൽ നമ്മൾ ഭർത്താവിന്റെ വീട്ടുകാർ വേണ്ടാന്ന് പറയാനും പറ്റത്തില്ല. പറ്റുമോ? അവര് ജീവിക്കേണ്ടത് അവിടെ. നമുക്കൊരു റൂം ഇവിടെ ഒഴിച്ചിട്ടുണ്ടോന്നും പറഞ്ഞോണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരാൻ നമ്മൾ സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മളിലൊരു സ്ഥാനം ഉണ്ടെന്ന് അവർക്ക് അറിയാം അല്ലേ? അത് ബോധ്യപ്പെട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന് ഇവിടെ നിൽക്കത്തില്ല, നമ്മളൊട്ട് നിർത്തത്തുമില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് കൊണ്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനൊരു കഴിവ് വേണം. അല്ലെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആദ്യമേ. എന്ന് വെച്ചാൽ അവര് കല്യാണം കഴിച്ച് വിട്ടെങ്കിലും അവരും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം ഒരിക്കലും തീരുന്നില്ല. ഒരിക്കലും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം തീരുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് അവരുടെ കാര്യങ്ങൾ അറിയാൻ നമ്മള് കൂടുതലങ്ങ് ശ്രമിക്കേണ്ട. ഒത്തിരി നമ്മളങ്ങ് അറിയാൻ അതായി കഴിഞ്ഞാൽ അവർക്കൊരിതുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ അച്ഛൻ. അത് നമ്മൾ അങ്ങനെ വേണ്ട. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ഉത്തരവാദിത്തമായിട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരെ ബോൾഡ് ആക്കാൻ നോക്കണം. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാലും മോളെ അങ്ങനെ അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം, അവിടെ നിന്നിട്ട് നമ്മൾ ജീവിക്കണം. ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താല് അവര് 100% അങ്ങനെ ഉണ്ടാവും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോ അതിലൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വളരെ ശരിയായ ഒരു പോയിന്റ് ഉണ്ട്, ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഒന്ന് ഈ പറഞ്ഞ ഇപ്പോൾ വീടുകളിലൊക്കെ ഇപ്പം 2 ആണും 2 പെണ്ണും ഒക്കെയുള്ള വീടുകളാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഈ 2 ആൺപിള്ളേരെയും ഈ 2 പെൺപിള്ളേരും വൃത്തിയായിട്ട് ചുരുട്ടും. വാചകത്തിലും ചുരുട്ടും, ന്യായത്തിലും ചുരുട്ടും, മറുപടിയിലും ചുരുട്ടും, എല്ലാം ചുരുട്ടും. അങ്ങനെ ഭയങ്കര കരുത്തോടെ കയറി വരുന്ന കുട്ടികളാണ്. പിന്നെ നല്ല മറുപടി പറയാനും ആര് ചോദിച്ചാലും നല്ല സംഗതി. പക്ഷെ വളരെ പെട്ടെന്ന് ഈ പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതങ്ങ് ആടി വലഞ്ഞു പോവുക, പെട്ടെന്ന് പേടിച്ചു പോകും. പെട്ടെന്ന് അങ്ങ് എന്തിനാണ് ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ഇതങ്ങ് തീർത്തേക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ അങ്ങ് എത്തപ്പെടുക ചെയ്യുന്നത്. അത് ശരിക്കും എന്താണെന്നുള്ളതിൻ്റെ ഇപ്പോൾ ഈ പാസഞ്ചർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു ദുരവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ ഏറ്റവും വലിയൊരു ദയനീയാവസ്ഥ. ഇപ്പോൾ വിപഞ്ചിക അങ്ങനെ മരിച്ചു, അതുല്യ ഇങ്ങനെ മരിച്ചു. ഇതേതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിരുന്ന FIRൽ ഒരു കുറ്റപത്രത്തിൽ ഇതിൻ്റെ അന്വേഷണം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈക്കോ സോഷ്യൽ സ്റ്റഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഗതിയോ ഒരു ഇൻഡെപ്തിൽ ഒരു ടീമിനെ നിയോഗിച്ച് ഈ കേസുകളിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി ഒന്ന് പഠനം നടത്തുന്നില്ല. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഭാവിയിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗുണകരമാവും. എന്താണ് കൃത്യമായി ഈ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്യാം, അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാം, ഇവരുടെ മക്കളെ, ഇതെല്ലാം ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാകണം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു 10-76 വയസ്സുകാരൻ ചെയ്ത വളരെ ഭീകരമായ ഒരു ക്രൈം അമേരിക്കയിൽ ചെയ്തതിനെക്കുറിച്ച്, UK ചെയ്തതിനെക്കുറിച്ചുള്ള 2 റിപ്പോർട്ട് വായിച്ചു. ഫെഡറൽ റിപ്പോർട്ട് 1, ഫെഡറൽ റിപ്പോർട്ട് 2 എന്ന് പറഞ്ഞാൽ ആ മാനസികാവസ്ഥയെ മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അത് മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ആളെ നന്നായിട്ട് ഫോളോ ചെയ്ത് അയാളുടെ ഒരു ക്രൈം നടത്തിയ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പക്ഷേ ഈ വനിതാ കമ്മീഷൻ, ആ കമ്മീഷൻ, ഈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് എത്രയോ കമ്മീഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
അവരാരെങ്കിലും ഇൻഡെപ്തായിട്ട് ഒരു നല്ല ഇപ്പോൾ ഒത്തിരി എഫിഷ്യൻറ്റ് ബ്രെയിൻസ്, മാസ്റ്റർ ബ്രെയിൻസ് പുറത്തിറങ്ങുന്നുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള. ഈ പഴയ കുട്ടികളെ ഒന്നും ആശ്രയിക്കേണ്ട നമ്മളെപ്പോലുള്ള. വേറെ പുതിയ പുതിയ കാലത്തിൻ്റെ 10-35 വയസ്സുള്ള നല്ല മാസ്റ്റർ ബ്രെയിൻസ് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽസിനെ ബോത്ത് ജെൻഡേഴ്സ് 5 പേരെ വെച്ച് 3 ലേഡീസും 2 ജെൻസും 5 പേരുടെ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയി വിവരങ്ങൾ പഠിക്കാൻ, അത് സ്റ്റാറ്റ്യൂട്ടറി ആക്കണം. ഈ ക്രൈം എൻക്വയറിയുടെയും പണിഷ്മെൻറ്റിൻ്റെയും കൂടെ ഒരു ഭാഗമാക്കണം. എന്നിട്ട് അത് പഠിച്ച് ഒന്ന് പുറത്ത് വിട്ടാൽ ഇത് അങ്ങനെ ഒരു സംഗതിയില്ല. ഇതിപ്പോൾ നമ്മളൊരു വാർത്ത വരുന്നു, ഇപ്പോൾ ഒരു വലിയ ബഹളം വെച്ച അയ്യോ അതുല്യ അടിനാവിക്ക് ഔട്ടിയോ മറ്റേതാ മറിച്ചത്, അവനും വന്നിരുന്ന് ന്യായം പറയുക ചാനലിനകത്ത് വന്നിരുന്നു. ഈ സതീശൻ ഞാൻ കുടിച്ചാലേ എനിക്ക് സ്നേഹമാണ്, കുടിച്ചേച്ചാ ഞാൻ സ്നേഹിക്കുന്നത്, കുടിച്ചേ ചുമ്മാ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി വന്നിരുന്നത്. അപ്പം അയാൾക്കും നമ്മൾ കുറച്ച് ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ വാർത്ത സംപ്രേഷണം ചെയ്യുന്നവർക്കോ അവരുടെ അമ്മ കരയുന്നതും കാണിക്കാം, ഇവരുടെ അമ്മ കരയുന്നതും കാണിക്കാം, ഇവൻ പറയുന്നതും കാണിക്കാം, എല്ലാം 10-25 ലക്ഷം വ്യൂ അങ്ങ് കിട്ടും 2-3 ദിവസം കൊണ്ട്. അപ്പോഴത്തേക്ക് അത് താത്തു വെച്ച് അടുത്തൊരു സംഗതി വന്ന് അതെന്താണ് ഗൗരവമായി ഈ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ ഇത്തരം ആളുകളും അതിനെ ആരെങ്കിലും കൊണ്ട് നിയമസഭയിൽ ഉന്നയിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടും അതിനെക്കുറിച്ചൊരു ഗൗരവമായ ഒരു പഠനം, ഒരു സ്റ്റഡി നടത്താത്തത്? അതൊരു വളരെ അനിവാര്യമായ കാര്യമല്ലേ എന്ന് പറയുന്ന ഒരു ചർച്ച കൂടി ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളിതൊക്കെ കണ്ടും കേട്ടും മടുത്തോ, അതോ ഇതിങ്ങനെ വായിച്ച് ആവേശം കൊണ്ട് ഇതങ്ങ് അവസാനിക്കുകയാണോ ചെയ്യുന്നത്? നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ, നമസ്കാരം, പറയൂ. പിന്നെ നമ്മൾ ഈ ഒരു ഞങ്ങളുടെ സാറിന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയുന്ന ഹിന്ദു രീതി പ്രകാരം ഈ അച്ഛൻ മകളുടെ കൈ പിടിച്ച് ഒരാളെ ഏൽപ്പിക്കുന്ന ഒരു രംഗമുണ്ട് മണ്ഡപത്തില്. അപ്പൊ ഈ രംഗത്തിൽ ഒരു മന്ത്രം ജപിക്കുന്നുണ്ട്, ബെറ്റിൽ വെച്ചിട്ട് ഒരു മന്ത്രം ജപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് പറയുന്നത് നിന്റെ തലമുറയിലെ അടുത്ത 21 തലമുറയിലെ പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ട് എന്റെ മകളെ നിന്നെ ഏൽപ്പിക്കുന്നു. ഇതാണ് ആ മന്ത്രം. പക്ഷെ അത് നമുക്ക് ഈ മന്ത്രം ഈ സംസ്കൃതത്തിലൊക്കെ ചൊല്ലുന്നോണ്ട് നമുക്ക് അറിയാൻ വയ്യ ഇത് എന്തുവാണ്. അപ്പൊ ഒരു സ്ത്രീയെ പിടിച്ചേൽപ്പിക്കുന്ന അതാണ്. പക്ഷെ ഒരു പെണ്ണ് പല വീട്ടുകളിലും കിടന്ന് ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ എന്തോ അടുക്കളപ്പണിക്ക് ഒരു ഉപകരണം വാങ്ങിച്ച മാതിരിയാണ് ശരിക്കും ഒരു സ്ത്രീയെ. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് ഫോർവേഡ് ആണ്. അവര് വേറൊരാളുടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ അവര് വില്ലിങ് അല്ല. അവര് ആൺകുട്ടികൾ വളരുന്ന കൂട്ടുകാരനെ ഞങ്ങളെയും വളർത്തുന്നു എന്നുള്ളൊരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല. മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഉള്ള എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും പിന്നെ മാനസിക പിരിമുറുക്കവും എല്ലാം സ്ത്രീയുടെ മേലിലാണ് എല്ലാ കുറ്റങ്ങളും ആരോപിക്കപ്പെടുന്നത്. കുട്ടികളായി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാലും സ്ത്രീ അനുഭവിക്കണം. ആ ഒരു കുറ്റവും അവരുടെ മേൽ ചാർത്തും. കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്ത് വന്നാലും ഈ പുരുഷന് യാതൊരു റോളും ഇല്ല അവിടെ. എല്ലാം സ്ത്രീയാണ് അങ്ങനെ ആക്കിയത്, ഇങ്ങനെ ആക്കിയത്, മറ്റേതാക്കിയത്, ഇതാക്കിയത് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു രീതി മാറണം. പുതിയ തലമുറ കുറച്ച് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് ഇതിനൊന്നും വില്ലിങ് അല്ല. ചർച്ച നന്നായി നടക്കട്ടെ. ഓക്കെ, വലിയ സന്തോഷം. അപ്പോൾ കുറേ ഏറെ കാര്യങ്ങൾ ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞതിലൊരു കാര്യം, ശ്ലോകങ്ങളും കാര്യങ്ങളുടെയൊക്കെ അർത്ഥങ്ങളൊക്കെ അവിടെ എഴുതപ്പെട്ട് വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു, അറിയുന്നു എന്നുള്ള കാര്യമൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുക അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ എന്ന് വെച്ചാൽ പൂർവികരാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് ഈ ഓരോ റിലേഷനും ഇത്ര നിർവചനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വേദങ്ങൾ എഴുതിയാലും അതായത് അതുപോലെയുള്ള എന്താ പറയുക നമ്മുടെ ഓരോ റിലീജിയനിലുള്ള പുണ്യ ഗ്രന്ഥങ്ങൾ എഴുതിയതും ഒക്കെ ആ ഓരോ ആളുകൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനവും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പദവിയും ഒക്കെ കൊടുത്തിട്ടാണ്. പക്ഷേങ്കിൽ അത് നമ്മൾ എത്രത്തോളം മറന്നു പോകുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു കുറ്റവാളി ചെയ്തത് എത്രത്തോളം ക്രൂരമാണ് എന്നുള്ള കാര്യം
ആ ഒരു ആണെന്നുള്ള കാര്യം നമ്മൾ വേറൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റഡീസിലൂടെയൊക്കെയാണ്. അപ്പോൾ ആ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലെ ഒരാൾ പോലും അത് അറിഞ്ഞിട്ടുള്ള അത് പഠിച്ചിട്ടുള്ള ഒരാൾ പോലും അതിൻ്റെ ഏഴകലത്ത് പോലും എത്തില്ല. കാര്യം അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നിയമവ്യവസ്ഥ, നമ്മുടെ ചില നിയമവ്യവസ്ഥകളും അത്തരത്തിൽ കുറച്ചുകൂടി കർശനമാണെന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും ഉപദ്രവിക്കാൻ, ഇപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞാൻ പറയുന്നില്ല, ആർക്കും ആരെയും ഉപദ്രവിക്കാനോ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ അയാൾക്കും അവകാശങ്ങളുണ്ട്, അയാളെ തൊട്ടാൽ ചോദിക്കാനുള്ള ആളുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയും. ഇപ്പൊ ഈ അതുല്യയുടെ ആത്മഹത്യയിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ വായിച്ചു നോക്കുമ്പോഴേ 11 വർഷം യഥാർത്ഥത്തിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു പ്രതിക്ക് പോലും ഇത്രയും പീഡനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരുത്തൻ്റെ കൂടെ താമസിക്കുന്ന 10 വയസ്സുള്ള ഒരു മകളുള്ള പിന്നെ ഒരു കുഞ്ഞിന് ഈ പറഞ്ഞതുപോലെ ഒരു അമ്മയ്ക്ക് ഇത്രയും നാൾ 11 വർഷം ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സംഗതി. എന്നിട്ടോ ഇതെല്ലാം ചെയ്തിട്ടും ഇവനെപ്പോലൊരു ക്രിമിനലിനോട് അവർക്കുള്ളത് ഒരു മാനസികമായ അടിമത്തം. ഒന്നാലോചിച്ച് നോക്കൂ, മാനസികമായ ഒരു അടിമത്തമാണ് ആ ക്രിമിനലിനോട് ഈ പറയുന്ന അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിക്കുള്ളതെന്നാണ് ഞാനൊരു പ്രാഥമികമായി ഇതെല്ലാം വായിച്ചു നോക്കും മനസ്സിലാകുന്നത്. ചവിട്ടി കൂട്ടും, ഇടിക്കും, മുറി പൂട്ടിയിട്ടിട്ട് പോകും. അതായത് വളരെ ഫ്രോഡായ, വളരെ വൈകൃതത്തിനുടമയായ ഒരു കൊടും മദ്യപാനിയുടെ എല്ലാ ലക്ഷണങ്ങളും 11 വർഷം സഹിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതാണ് നേരത്തെ സൂചിപ്പിച്ച പാസഞ്ചർ പറഞ്ഞതുപോലെ ഇത്രയും പേഴ്സണാലിറ്റിയുള്ള, ഇത്രയും വ്യക്തിത്വമുള്ള, ഇത്രയും ഐഡൻറ്റിറ്റിയുള്ള ഈ മക്കൾ എന്തുകൊണ്ടാണ് ഇത് സഹിക്കുന്നത്? എന്നിട്ടും യഥേഷ്ടം ഈ മദ്യം എല്ലാ സ്ഥലങ്ങളിലും ഒഴുക്കി അതില്ലാത്ത ചടങ്ങുകളില്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയൊരു കഷ്ടം. മരിച്ചെന്ന് അറിഞ്ഞാൽ ഉടനെ കുടിക്കും, മരിച്ച ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടനെ കുടിക്കും, ജന്മദിനത്തിന് കുടിക്കും, വരുമ്പോൾ കുടിക്കും, പോകുമ്പോൾ കുടിക്കും എന്ന് വേണ്ട, കുടിച്ച് ഒരു ജനത മുഴുവൻ തൊലയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെടുന്നത് എന്നതാണ് വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷം. ഇവിടെയാണ് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ സുസ്മിത അവസാനിപ്പിച്ചതുപോലെ, ഇവനെയൊക്കെ ഈ ഭൂമിക്ക് മേളിൽ നിന്ന് മായ്ച്ചു കളയുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങളോ അത്തരം കാര്യങ്ങളോ. ഒരു വർഷം 7000 പേരാണ് ഈ രാജ്യത്ത് ഈ പുരുഷ പീഡനം കൊണ്ട് കുടുംബങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന, കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം 7000ആണ്. അത് 10 വർഷം കൊണ്ടാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, 70,000 ദുഷ്ടന്മാരെ ഈ ഭൂമിയിൽ ഇതറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട, ഞാൻ ഇപ്പോൾ പറയാം, ഏതൊരു വീടുകളിലും ഞാൻ അവരോട്, ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്നെ അടിക്കാത്തൊരു ദിവസം പോലും ഇല്ല, എനിക്ക് വീട്ടിലൊരു സമാധാനം തരുന്ന ഒരു ദിവസം പോലും ഇല്ല. മദ്യപാനം കൊണ്ടല്ല, സ്വബോധത്തിൽ അടിക്കുന്നവരുണ്ട്. ഇതുപോലെ ആ ഭർത്താവിൻ്റെ ഫോൺ കോൾ വരുന്ന സമയത്ത് എടുക്കാൻ പേടിയാണ്, എന്താണ് പറയാന്ന് അറിഞ്ഞൂടാ. ഒരു കല്യാണത്തിന് പോകാൻ വയ്യ, ഒരു കടയിൽ പോകാൻ വയ്യ, ഏതൊരു സ്ഥലത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുടെ അനുവാദം ചോദിക്കണം. എന്നാൽ ഒരു സാധനം, സത്യം പറഞ്ഞാൽ ഒരു നാപ്കിൻ പോലും വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ത്രീകളുണ്ട് ഇന്നത്തെ കാലത്ത്. അവരുടെ ഒക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ ജീവിതത്തിൽ അവർ വളരെ ആക്റ്റീവാണ്, പക്ഷേങ്കിൽ അവരുടെ സങ്കടത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ പിന്നിലാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടില്ല. വേറൊരാളുടെ, ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ പറയും നീ കുറച്ചു കാലം കൂടി സഹിക്ക്, ഇത്രയും വർഷമായില്ലേ. ഒരു അടുത്ത സുഹൃത്തിനോട് വളരെ ശക്തമായി വഴക്കിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ എൻ്റെ ബന്ധം പോലും കുറച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. വലിയ ആധുനികതയും നവോത്ഥാനവും സംഘാടനവും അതിൻ്റെ അപ്പുറത്തെ തലവുമൊക്കെ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ നമ്മൾ പറയുന്ന ആർത്തവ സമയത്ത് സ്വന്തം മുറിയിലോ കട്ടിലോ പോലും കിടക്കാൻ ഇവൻ അനുവദിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തൊരു ഭ്രാന്തനായത്, നിനക്കെന്താണെന്ന് ചോദിച്ചപ്പോൾ, അല്ല അത് അമ്മയുടെ. ഞാൻ ചോദിച്ചു, എന്തമ്മ? ഇത്തരം കാര്യങ്ങൾ വരുമ്പം അമ്മയും അച്ഛനും ഒക്കെ പറയാൻ പാടുണ്ടോ? കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീ, ഭാര്യയായിട്ട് ജീവിക്കുന്ന സ്ത്രീ, തുല്യമായി കരുതുന്ന സ്ത്രീ, ഈ പറയുന്നവർ കൂടെ കട്ടിലിൽ കിടക്കരുത് എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഉത്തരവില്ല. ശരിക്കും അന്ന് ഞാൻ നമ്മളിപ്പോൾ സാധാരണ ഒരാളിനെ പറയില്ലേ, ഇപ്പോൾ ഒരു പുരുഷൻ, ഒരാൺകുട്ടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവനൊരു ആൺകുട്ടിയാന്നൊക്കെ പറയൂലേ. അത് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അതൊരു പെൺകുട്ടി, അല്ലെങ്കിൽ അവളൊരു കരുത്തുള്ളവളാണ്, അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലല്ലാതെ എടുക്കും. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. സാർ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് അതിന്റെ ഒരു യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു അനുഭവസ്ഥനാണ്. ഇപ്പൊ സാറ് പറഞ്ഞതും ആ പയ്യൻ ചെയ്തത്, അവൻ കുടിക്കാതിരിക്കുമ്പോൾ ഈ പെണ്ണിനെ നല്ലപോലെ സ്നേഹിക്കുന്നു.
പക്ഷെ ആൽക്കഹോൾ ചെന്ന് കഴിയുമ്പോൾ ഇയാടെ അപ്പൊ പിന്നെ ഇതങ്ങ് നിർത്തിക്കൂടാ. ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഈ മദ്യം കഴിച്ച് ഈ കേരളത്തിലുള്ള എല്ലാം ചാവത്തേ ഉള്ളൂ. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഈ മദ്യം എന്ന് പറഞ്ഞാൽ മാരകമായ വിഷമാണ്. അതുകൊണ്ട് ഈ സ്വസ്ഥത, ഒരു കുടുംബത്തിന്റെ സകല സ്വസ്ഥതയെ അടിച്ചു തകർക്കുന്ന ഒരു സാധനമാണ് മദ്യം എന്ന് പറയുന്നത്. ആ ഒരു തിരിച്ചറിവ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി പറ്റണ്ടേ? അതെ, തീർച്ചയായും ചേട്ടൻ അത് പറഞ്ഞ് നിർത്തിക്കൊണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എത്രത്തോളം എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു ആണാണെന്നുണ്ടെങ്കിൽ അവന് എന്ത് വേണമെങ്കിലും പെണ്ണിനെ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാറ്റമുണ്ടെങ്കിലും നമ്മുടെ ഒരു 40s ഇപ്പോഴും അല്ല, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ആൺകുട്ടികൾക്ക് ഗ്യാങ് ഉള്ളതുപോലെ പെൺകുട്ടികൾക്ക് ഒരു 4-5 പേരുടെ ഒരു ഗ്യാങ് ഗുണ്ടാ സംഘമൊക്കെ വേണം. 4-5 പേര്, നല്ല കരുത്തുള്ള 4-5 പെൺകുട്ടികൾ തമ്മിലൊരു മാനസികമായ ധാരണ വേണം. മാനസികമായ ധാരണ ഉണ്ടാക്കിയിട്ട് ആ സംഗതി, ഇങ്ങനൊരു സംഗതിയുണ്ട് ഗൗരവമായിട്ട്. ഇപ്പോൾ അവർ വന്നൊരു കാര്യം പറഞ്ഞപ്പം ഇങ്ങനൊരു സംഗതിയുണ്ട്, പഠിക്കണം, ചുമ്മാ വെറുതെ പറ്റൂല, ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ഇവർ 5 പേരോട് അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലണം. ഈ അമ്മായിയമ്മയൊന്ന് പോയി കാണണം. കണ്ടിട്ട് കൈയൊന്നും വെക്കണമെന്നില്ല, ഇരുന്നങ്ങ് മേയണം, ചുറ്റിനും ഇരുന്ന് അങ്ങ് എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കുണ്ടല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സിനിമ ഉണ്ട് അതുപോലെ. ഷൈൻ ടോം ചാക്കോയുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു സ്വാസിക, പിന്നെ 2 മറ്റ് നടിമാര്. അപ്പോൾ ഇയാള് ഇത്തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. ഇയാളുടെ കാമുകിമാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇയാൾക്കെതിരെ ഒരു ഇതെടുക്കുന്നത്, ഒരു ക്യാമ്പയിൻ പോലെ. എന്നിട്ട് ഫേസ്ബുക്കിൽ ഇയാളെ കൊണ്ട് സ്വന്തമായിട്ട് ഇയാളെ കുറ്റം സമ്മതിപ്പിക്കുന്ന തരത്തിൽ ഇയാളെ സംസാരിക്കുകയാണ്. അത്രയും നേരം വരെ ഇയാളെ കിഡ്നാപ്പ് ചെയ്ത് വെക്കുന്ന, അതാണ് ആ ഒരു കഥാ പശ്ചാത്തലം. അപ്പോൾ ഇതുപോലെ നമ്മൾ നിയമം കയ്യിലെടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേങ്കിൽ അതിൻ്റെ നിയമസഹായം തേടിയിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഗുണ്ടാസംഘം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയല്ല സാറേ. അപ്പോൾ അതിനൊക്കെ ചുമ്മാ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്തറിയോ, ഇതിനകത്ത് ഇവൾക്ക് വേണ്ടി ഒരു സംഗതി പ്രസന്റ് ചെയ്യാൻ, ഒരു അഡ്വക്കസി ചെയ്യാൻ, ഒരു പ്രഷർ ചെയ്യാൻ, ഒരു സംഗതി ചെയ്യാൻ ഒരു കൂട്ടം അല്ലെങ്കിൽ 4-5 സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അതുണ്ടായിട്ട് അവർ പോയി, എന്താ സംഗതി, എന്തോ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സാധനം പറ്റില്ലേ, ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന്. പക്ഷേ എനിക്കൊരു മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ പോലും അങ്ങനെ കൂട്ടുകാരികളോട് പോലും ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയൂല. അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, അതിന് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരുതരം ഒട്ടും ഗുണകരമല്ലാത്ത ഒരുതരം അഭിമാനബോധം ഈ പെൺകുട്ടികൾക്ക് വളരെ ചെറുപ്പം മുതലേ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അത് ഞാനിപ്പോൾ എൻ്റെ കോളേജ് ലൈഫ് പോലെ ഞാൻ ആലോചിച്ചത്. അതായത് ഇപ്പോൾ എനിക്ക് ഒരു പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടി, അത് കുറഞ്ഞാലും കൂടിയാലും എൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം, ഞാൻ തോറ്റുപോയാലും എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ചിരിച്ചോണ്ടാണ് അത് ആസ്വദിക്കുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ മാർക്ക് അവൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ, വേറൊരാളിനോടും അവൾ പറയില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരി പോലും പറയുന്നത്, ഇപ്പോൾ ഈ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയ്ക്കൊക്കെ പരിശീലിക്കുന്നവരോട് വലിയ കൂട്ടുകാരികളാണ്. നമ്മൾ ചോദിക്കുക മറ്റോക്ക് എത്ര മാർക്കുണ്ടെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. അഭിമാന പ്രശ്നം എന്തൊക്കെയായാലും ഉണ്ട്. എന്തിനാ അത് അത് മുണ്ടാതിരുന്ന അത് മുണ്ടിപ്പോയാലെന്തുവാ? അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ വീടുകളിൽ നിന്നും അത് ട്രെയിൻ ചെയ്യേണ്ടതാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ, നമ്മുടെ ആമ്പിള്ളേരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും ഒത്തിരി സ്വാർത്ഥത പെൺകുട്ടികളിൽ കൂടുന്നുണ്ടോ? അത് നമ്മുടെ ഒരു സ്വഭാവ വിശേഷമായിട്ട് പറയാറുണ്ട്. അസൂയയും കുശുമ്പും ഒക്കെ പെൺകുട്ടികൾക്ക് കൂടുതലാണെന്ന് പറയുന്ന പോലെ തന്നെ അല്ല, ഇത് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യം. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ പുറത്ത് വിടാതെ അവർ ഒതുക്കി നിർത്താൻ വേണ്ടി പണ്ടേ പഠിച്ച് ശീലിച്ചവരാണ്. അതുകൊണ്ട് കൂടിയായിരിക്കും ഇത്തരത്തിലിപ്പോൾ എനിക്കൊരു മാർക്ക് കുറവാണ് എന്നുള്ള കാര്യം ഒരാളോട് പറയാൻ, കുറവാണ് എന്നുള്ളപ്പോൾ സാറൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഒരു കല്യാണ ആലോചന വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുരുഷൻ ഒരു +2 തോറ്റ ആളാണെന്ന് വിചാരിക്കും. പക്ഷേ എങ്കിൽ അത് നമ്മൾ പറയില്ലല്ലോ, പുറത്ത് പറയില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ +2 തോറ്റതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് നമ്മുടെ ഒരു മനോഭാവം. എന്നാൽ പെൺകുട്ടി അങ്ങനെ ആകരുത്. എന്ന് വെച്ചാൽ പെൺകുട്ടി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളതായതുകൊണ്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി പെൺകുട്ടികളുടെ വീട്ടുകളിൽ അവർ ഒരു പൊതുവെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
പെൺകുട്ടിയുടെ ഒരു കുറവും പുറത്ത് കാണിക്കാറില്ല. ഏതൊരു തരത്തിലിപ്പോൾ ഒരു കല്യാണ ആലോചന വരുന്ന സമയത്താണെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും പെൺകുട്ടിയുടെ ഒരു കുറവും പുറത്ത് കാണിക്കാത്തതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. നാളെ അവൾക്കൊരു ആലോചന വരുന്ന സമയത്ത് ഇതൊരു കുറവാവരുത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ പബ്ലിക്കായിട്ട് തുറന്ന് പറയാറില്ല. ഒരു സ്വകാര്യതയാണ്, നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ ആൺകുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവന് അസുഖം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഒരു സ്വകാര്യത എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് പിന്നീട് അവളുടെ ഭാവി ചീത്തയായി പോകും എന്നുള്ളത് കൊണ്ടൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഈ അവനവന്റെ വേദനയോ പ്രയാസമോ ഉണ്ടായാൽ അത് പങ്കുവെക്കാനും പറയാനും അല്ലെങ്കിൽ അത് അവർ പഠിച്ചത് അങ്ങനെയാണ് സാർ, പഠിച്ചത് അങ്ങനെയാണ്. തുറന്ന് പറയാതെ പഠിച്ചു വന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരോടും പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതാണ് സാറ് ആ ഒരു കാര്യത്തിൽ കണക്ട് ചെയ്ത് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ചടങ്ങിൽ കേട്ടതാണ്, ഒരു സൈക്കാട്രിസ്റ്റാണ് ഇത്ത പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അവരുടെ മുന്നിൽ വരുന്ന ഈ വിവാഹമോചനത്തിനോടനുബന്ധിച്ചിട്ടുള്ള കൗൺസിലിങ്ങുകളിൽ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവളോട് പറയാം അവൻ്റെ കൂടെ ഒന്ന് പോകാൻ, അവൻ എത്ര ദുഷ്ടനാണെങ്കിലും അവൻ്റെ കൂടെ ഒന്ന് പോകാൻ വേണ്ടി പറ, ഞങ്ങളൊന്ന് കാല് പിടിക്കാം. അത്തരത്തിൽ ഈ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടുള്ള അച്ഛനമ്മമാരെക്കുറിച്ച് അവർ ആ ഒരു ഇതിൽ ചടങ്ങിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊരു കാര്യം വരുമ്പോഴും ആദ്യം നമ്മൾ സംസാരിക്കുക നമ്മുടെ അമ്മയോടായിരിക്കും. പെൺകുട്ടികൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് അമ്മയോടായിരിക്കും. എന്നാൽ അമ്മ ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ നിലവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ആരുടെ അടുത്ത് നിന്നാണ് സപ്പോർട്ട് കിട്ടേണ്ടി വരിക? അപ്പോൾ നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം, പറയൂ. നമസ്കാരം. പൊതുവെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകാൻ കാരണം ഈ വീട്ടുകാര് ചെറിയ പ്രായം മുതലേ സമൂഹത്തിനെയും ബന്ധുക്കാരെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതുകൊണ്ടാണ്. അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ധാരണ. അതൊന്നും ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ പ്രതിരോധിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളെ കടന്നു പോകാം എന്നുള്ളൊരു ധാരണ പെൺകുട്ടികൾക്കും മനസ്സിന്റെ വളർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കെട്ടിച്ചു വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നീ തീർന്നു എന്നുള്ളൊരു ധാരണ അവരിലെ വളർത്തുകയും അഥവാ അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ അപമാനമാണെന്നുള്ളൊരു പൊതുവെ എല്ലാവരും ശീലിപ്പിക്കുന്നതിനാണ്. അതുപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് ആൺകുട്ടികൾക്കും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ കൂട്ട് തന്നെ വിലയുള്ളതാണ് പെൺകുട്ടികളുടെ ജീവനും ജീവിതത്തിനും എല്ലാത്തിനും. അത് അവർക്കും കൂടെ ആ ഒരു ധാരണ കൊടുത്ത് വളർത്തണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിചാരിക്കും അവർക്ക് ഒരു തെറ്റായ ധാരണ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം ഈ സമത്വം രണ്ടു കൂട്ടർക്കും ഒരുപോലാണ്, രണ്ടുപേരുടെയും വാല്യൂ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ബോധം ഇവരിൽ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടാവും. നമ്മൾ ഈ സമൂഹത്തിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം നല്ല രീതിയിലാണ്. ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവിടെ എന്തിനെങ്കിലും കടിച്ചു തൂങ്ങി കഴിക്കണം, എന്തിനെങ്കിലും പീഡനങ്ങൾ ഏറ്റുവാങ്ങണം. നമുക്ക് ഈ ഇതൊക്കെ കാണുമ്പം സങ്കടമാണ് തോന്നുന്നു. ഇത്രയും കാലമൊക്കെ ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മനോരോഗിയുടെ കൂടെ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ദുരന്തമാണ്. തീർച്ചയായും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ ചില വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാ തിരിച്ചു പോകണില്ലേ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്നുള്ള ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും അല്ല, അത്തരം ചോദ്യങ്ങളെ ദൃഢവൽക്കരിക്കുകയാണ് വേണ്ടത്. കാരണം ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. അതിന് മറ്റുള്ളവരെന്തിനാ വിഷമിക്കുന്നത്? ഓരോരുത്തർക്ക് എവിടെയാണോ കംഫർട്ട് സോൺ അവിടെ നിൽക്കുന്നതിന് ഇപ്പൊ എന്താണ് കുഴപ്പം? തീർച്ചയായും അതിനെക്കുറിച്ച് ബാക്കിയുള്ള ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ബാക്കി ഈ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് സ്വന്തം കാര്യത്തിലല്ല ആശങ്ക, അയലത്തുകാരുടെ കാര്യത്തിൽ ആശങ്ക. ആ ആശങ്ക മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ ഒഴിവാക്കാം. തീർച്ചയായും. നല്ല ദിവസം ആശംസിക്കുന്നു. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. അപ്പോൾ ശരിയാണ്, നമ്മളിപ്പോൾ കുറേയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തു പോയാലും അവർക്ക് മാനസികമായിട്ടുള്ളൊരു ശക്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലേ. പിന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും സ്കൂൾ കാലഘട്ടം മുതലേ അവർക്കൊരു എന്താ വെച്ചാൽ കോൺഫിഡൻസ് ബിൽഡിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ. നിങ്ങളെ എല്ലാ കാര്യത്തിനും ആരെയും പേടിക്കേണ്ട ആളുകളല്ല. നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻനിരകളിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള നിലകളിലേക്ക് എത്തേണ്ട ഒരാളാണെന്ന് പറയാറില്ലേ. അതുപോലെ ഞാൻ ചോദിക്കുന്നത് ഈ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ പെൺകുട്ടികൾക്കല്ലേ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കുന്നത്. ഭയങ്കര കുടിയന്മാരെ നല്ല വൃത്തിയായിട്ട് ചില പെൺകുട്ടികൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
എനിക്കറിയാവുന്ന നല്ല അടി കൊടുക്കും ചിലപ്പം. അതുകൊണ്ട് അവിടെ അടുത്ത് കളിക്കാൻ ചെല്ലൂല. അങ്ങനെയുണ്ട് ഇതിനകത്ത്. എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അതായത് അങ്ങ് കൂടിച്ചവൻ്റെ പരിപ്പിളകി. നമ്മളൊക്കെ നിർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ പരിപ്പിളകി കഴിഞ്ഞപ്പോൾ അവളോട് സംസാരിക്കുമ്പോൾ അവൾ വളരെ കൂളാ. ആ കുടിശ്ശിക ആവട്ടെ എന്നാ പറയുന്നത്. പിള്ളേരെയൊക്കെ വളരെ ശമ്പളമൊക്കെ കിട്ടുന്നല്ലോ. അയാൾക്ക് എന്തായാലും നന്നാവാൻ പറ്റുന്നില്ല. അയാൾ കുടിശ്ശിക ആവട്ടെ. പിന്നെ എൻ്റെ മേത്തൊന്നും തൊടാനൊക്കത്തില്ല. പണ്ടൊന്ന് തൊടാൻ നോക്കി വെച്ചു കൊടുത്ത് അതോടുകൂടി ആ സംഗതി തീർന്നെന്ന് പറഞ്ഞ പോലെ. അതിൻ്റെ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ മദ്യപിക്കുന്ന സമയത്ത് അവർക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു പെഗ്ഗാണെങ്കിൽ ഒരു കുറച്ചെങ്കിലും ലഹരി ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. പക്ഷേങ്കിൽ അപ്പോൾ അവർ ഈ അടിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം അവരൊരിക്കലും സ്വബോധത്തിലായിരിക്കില്ല വീട്ടിലെ പെൺപിള്ളേരുടെ മേലെ തിരിയുന്നത്. അങ്ങനെയല്ല, ഇതിനൊരു സിമ്പിൾ ലോജിക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പം ഈ മദ്യപിക്കുന്ന അച്ഛനായാലും മദ്യപിക്കുന്ന ഭർത്താവായാലും എല്ലാം ആരാണോ പതുങ്ങുന്നത് ആ പതുങ്ങുന്ന ആളുകളുടെ മേൽ മറ്റോനങ്ങ് വലിയ രൗദ്രഭാവം കാണിക്കും. മനസ്സിലായോ? ഞാൻ ഒരു പ്രശ്നത്തെ പരിഹരിച്ച ഒരു 2 സംഭവങ്ങളുണ്ട്. സ്ഥിരം കുടിച്ചോണ്ട് വന്ന അങ്ങ് വഴക്ക് വീട്ടിൽ. ചില ഒരാൾ വാപ്പായ ഒരാൾ അച്ഛനുമാ. ഞാൻ ആ 2 കമ്മ്യൂണിറ്റി പറയാൻ വേണ്ടി പറഞ്ഞു. ഈ മക്കളങ്ങ് പൊറുതിമുട്ടി അവസാനം ഒരു ദിവസം വന്ന് ഇങ്ങനെ ഇതുപോലെയൊക്കെയാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തുകൂടാ, ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഇതിനൊരു പ്രായോഗികമായ സംഗതിയുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ മോനാന്നല്ലേ വളർത്തിക്കൊണ്ട് വന്ന, അല്ലാത്തപ്പോൾ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ അങ്ങ് തല്ലിപ്പൊളിച്ച് പോകുന്ന ഒരു ദിവസം നീ ഈ കിണറ്റിൻ്റെ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം വൃത്തിയാക്കി ഇട്ടേക്കണം, നല്ല പൂഴിമണ്ണ് കല്ലുമൊന്നും അവിടെ കാണരുത്. ഒരു ദിവസം പൊക്കിയെടുത്ത് നിലത്തൊരടിയങ്ങ് അടിക്കണം. അച്ഛനാണെന്നും വാപ്പാന്നൊന്നും വിചാരിക്കരുത്. ആ അടി ചിലപ്പോൾ സൈക്കോളജിക്കലായിട്ടൂടെ കൊള്ളും. ഈ അമ്മയാണ് തടയുന്നത്. എന്റെ മോൻ എന്നെ അങ്ങനെ ചെയ്തോ, എന്റെ മോനെ അച്ഛനെ തല്ലുന്നത് അമ്മയാണ്. പക്ഷെ ആ ഒരു സംഭവത്തോടു കൂടി അങ്ങ് പങ്കിയായി ഈ രണ്ടുപേരും. ആണല്ലേ? അതിന് അമ്മമാരൊക്കെ അധികം സമ്മതിക്കാതെ എന്നൊന്നും വഴക്കുണ്ടാക്കാനും അല്ലേ തിരിച്ചുമല്ല. ഈ പറഞ്ഞ പോലെ അത് നൊന്താൽ നോവെന്നറിഞ്ഞാൽ ഈ പറയുന്ന സംഗതി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഈ അതുല്യക്ക് തന്നെ ഇവന്റെ മേല് നോവുന്ന 3-4 ആങ്ങളമാരുണ്ടെന്നിരിക്കട്ടെ, പേടിയായിരിക്കും. ഇവൻ തൊടുവോ ഇവരെ? ഇല്ല തീർച്ചയായും. അപ്പൊ അത്തരത്തിലുള്ള നിയമവ്യവസ്ഥ വന്നാലും നമ്മള് നിയമവ്യവസ്ഥയൊക്കെ ഇവിടെ ഇനി എന്ന് വരാനാ? അതെ, നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിയമവ്യവസ്ഥയൊക്കെ വന്ന് നടപ്പിലാകുന്ന ഏത് കാലത്ത് ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് എത്ര വർഷത്തിന് ശേഷമാണ്. ഇപ്പൊ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ പീഡിപ്പിച്ച് കൊന്ന് പിന്നെ നമ്മൾ വലിയ കൗളുകളൊക്കെ സൃഷ്ടിച്ച എല്ലാ മന്ത്രിമാരും വീട്ടിൽ ചെന്ന് 1 വർഷമോ 6 മാസമോ എങ്ങാണ്ട് അതിലേ ഉള്ള അത്രയും നാൾ കിടന്നു. ഇപ്പം അവൻ കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങി. വേണമെങ്കിൽ ഇനി അവന് വേറെ കല്യാണം നടക്കും. ആ കല്യാണ ദിവസം വേണേ അവന് പരോള് കൊടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അവൻ നല്ല സുഖമായി ജീവിക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിലിപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പീഡനം അനുഭവിച്ച ഒരു പെൺകുട്ടിയെ പിന്നെ ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല. അവിടെ ഒരു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിന്റെ ജീവിതം അവിടെ തീർന്നു, ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവളാണ് എന്ന് കരുതുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന കുറച്ച് ഇതുപോലെ പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം സംരക്ഷിക്കപ്പെടുന്ന ചില മന്ദിരങ്ങളുണ്ട് കോഴിക്കോട്. അപ്പോൾ അവിടെ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്ക് ഒരു വിവാഹ ജീവിതമില്ല, ഒരു കുട്ടി വേണമെന്നോ ഒരു കുടുംബജീവിതം വേണമെന്നോ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അവർ സ്വന്തമായിട്ട് അവരുടെ ഒരു പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം അവർക്ക് തിരിച്ച് വീടുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതി കൂടിയുണ്ട്. അപ്പോൾ അതുപോലെയല്ല ഈ ഒരു പീഡനം ചെയ്യുന്ന ആ ഒരു കുറ്റവാളി, ഇപ്പോൾ ഗോവിന്ദച്ചാമി എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ അത്തരത്തിലുള്ള കുറേ കാറ്റഗറിയിലുള്ള ആളുകൾ അവർക്ക് സാധാരണ ലൈഫിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഫാമിലിയാണ്. കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു പീഡനം കഴിഞ്ഞൊരു വിവാഹബന്ധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് അവൾക്കിപ്പോൾ അത്രയും മെച്യൂരിറ്റി ആയല്ലോ, 10 വർഷം ജീവിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവളെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസ്തനാണെന്ന് തോന്നുന്ന ഒരു പങ്കാളിയെ, ഒരു പാർട്ട്ണറെ അവൾ തന്നെ കണ്ടെത്തി. അവര് തയ്യാറാവുകയും വേണം. തയ്യാറാവണം. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരുണ്ടല്ലോ, അങ്ങനെ ജീവിക്കണമെന്ന്. അതെ, നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ. നമസ്കാരം. പറയൂ. വീട്ടിലെ പശു പുല്ല് തിന്നാറില്ല. എന്നുവെച്ചാൽ നിയമ വ്യവസ്ഥിതികൾ ഇഷ്ടംപോലുണ്ട്. പക്ഷെ അത് നടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് പലരും അവരുടെ കുടുംബത്തിന്റെ അഭിമാനം ഓർക്കാറുണ്ട്. പല സ്ത്രീകളും, പല പുരുഷന്മാരും, സ്ത്രീകളെ മാത്രം പറയരുത്, പുരുഷന്മാരും അങ്ങനെ ജീവിക്കാറുണ്ട്.
അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ്. പക്ഷേ എങ്കിൽ പ്രതികരിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത കുറേയേറെ വിഷയങ്ങളില്ലേ ഈ ഒരു മേഖലയിൽ? ഉണ്ട്, എനിക്ക് അനുഭവം ഉണ്ട്. കട്ടിക്ക് പറഞ്ഞ ചിലതൊക്കെ നിക്കത്തില്ലയോ? കട്ടിക്ക് പറഞ്ഞ മനസ്സിലായില്ല. എന്തെങ്കിലും ചില വിഷയങ്ങളിലെ ആടി നിൽക്കുന്നതിന് പകരം കട്ടിക്ക് 4 വർത്താനം പറഞ്ഞാൽ നീ എത്ര കൊലക്കൊമ്പനായ പുരുഷനായാലും അല്ലെ അതായാലും അവർ വരച്ചെടുത്ത് നിൽക്കത്തില്ലേ? പറഞ്ഞു കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പൊ ഒരു കുട്ടിയെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഏത് തരത്തിലും നന്നാകത്തില്ലെങ്കിൽ പിന്നെ എന്തുവാ? പിന്നെ അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം, ഇപ്പൊ ചൊറിയുന്ന സാധനം അതിന്റെ സ്വഭാവം മാറത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്ത് വെച്ച് ചൊറിയുന്ന എന്തിനാ? വലിച്ചെടുത്ത് ദൂരോട്ട് കളഞ്ഞൂടെ? അത് തന്നെ. പിന്നെന്ന് പറയുമ്പോ നമുക്ക് അങ്ങ് എടുത്ത് ദൂരെയോട്ട് എറിഞ്ഞു കളയാൻ പറ്റത്തില്ല. എന്താ മക്കൾ, നമ്മുടെ മക്കളെന്ന് പറയും. ഇപ്പൊ ഒരു അമ്മയുടെ മുടി നരച്ച് പൊതുവെ പറയുന്ന അമ്മയുടെ മുടി നരച്ച് അത് മക്കൾക്ക് പെണ്ണിനെ കിട്ടത്തില്ല എന്ന് പറയുന്ന ഒരു അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈ ഇടിയെല്ലാം കൊണ്ട് മക്കളൊരു പരിവാകുമ്പോഴത്തേക്ക് എവിടെങ്കിലും തൂങ്ങിച്ചാണോ? എന്നാലും അവൾ പ്രതികരിച്ച അവള് സമൂഹത്തിൽ അവള് പിന്നെ ഒറ്റപ്പെടുവോ? വില്ലത്തിയാവും. അതാരാ വില്ലത്തിയാക്കുന്നേ? നമ്മുടെ സമൂഹമാണ്. സമൂഹം വില്ലത്തിയാക്കുന്നോണ്ട് നമ്മളാവണമെന്നുണ്ടോ? ആകത്തില്ല. അറ്റ്ലീസ്റ്റ് കുട്ടികളെങ്കിലും കൂടെ നിന്നാൽ അതെ അത്രയെങ്കിലും സമാധാനം. അത് തന്നെ കറക്റ്റ്. ഓക്കെ വലിയ സന്തോഷം ചേച്ചി. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞത് ഞാൻ അവരുടെ ആ ഒരു പ്രതികരണത്തിന് സന്തോഷം എന്നാണ് കേട്ടോ. അല്ലാതെ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ വേണ്ടി പറ്റില്ല. പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാൻ, ആരും അറിയാതെ പരിഹരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷേ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആഘോഷമായിരിക്കും അല്ലേ? എന്നുവെച്ചാൽ അവർ കല്യാണം കഴിക്കുന്നത് ഒരു ആഘോഷമായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ വിവാഹമോചനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നല്ല ആർഭാടമായിട്ട് കല്യാണം കഴിച്ച കുറേ ആളുകൾ പെട്ടെന്നായിരിക്കും അവരുടെ ഒരു വിവാഹമോചനം വരുന്നത്. ഇതിനകത്തെ there are some reasons to join. കൂടിച്ചേരാൻ, ഒരുമിച്ച് ജീവിക്കാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അപ്രസക്തമാകുന്ന സമയത്ത് അവർ തമ്മിൽ വേർപിരിയണം. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിശബ്ദ ഡൈവോഴ്സുകളായി തുടരണം. അയാളുടെ വഴിക്ക്, അയാൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവൻ്റെ വഴിക്ക്, അല്ലെങ്കിൽ അവൾ അവിടെ വഴിക്ക്, ഞാൻ എൻ്റെ ലോകത്ത്. വളരെ മെച്യൂർഡ് ആയിട്ട് അവരുടെ അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അവരിപ്പോഴും മെച്യൂർഡായിട്ടല്ല, നല്ലൊരു ശതമാനം കുടുംബജീവിതങ്ങൾ നമ്മൾ അടുത്തറിയുമ്പോൾ ചെറുതല്ലാത്ത ഒരു അളവിലുള്ള കുടുംബജീവിതങ്ങൾ മുഴുവൻ ഏതാണ്ട് ഇതുപോലെയാണ്. മകൻ ബാംഗ്ലൂരിലാണ്, അമ്മ ഫസ്റ്റ് ഫ്ലോറിലാണ്, ഭർത്താവ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇങ്ങനെ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് നമുക്കത് കേട്ട് അവരോട് ഒരു മ്ലേച്ഛഭാവമോ പുച്ഛഭാവമോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. അതിന്റെ റീസൺസ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്പേസ്. അങ്ങനെ ആണെങ്കിൽ പോലും അതാണ് മനസ്സമാധാനമെങ്കിൽ അതാണ് ബെറ്റർ. ഓക്കെ, അങ്ങനെ കരുതുന്നവരുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്കിപ്പോൾ വേർപിരിയുക എന്നതിനപ്പുറത്തേക്ക് വേർപിരിയുന്നത് നമ്മൾ ഒരു ഒഫീഷ്യലി ആയിരിക്കും, പക്ഷേ എങ്കിൽ അവരിപ്പോഴും ഫ്രണ്ട്സായിട്ട് തുടരുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെച്യൂരിറ്റി ഏത് റിലേഷൻഷിപ്പിലോ, ഇപ്പോൾ വിവാഹബന്ധത്തിൽ മാത്രമല്ല, അപ്പോൾ ഒരാളുമായിട്ട് വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു എന്താ പറയുക അഹന്തയ്ക്കോ എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ നമ്മളൊരു വെറുപ്പിനോ വേണ്ടിയുള്ളതാവാതെ അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റിലേഷൻസും കുടുംബ ബന്ധങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ലൈഫായിരിക്കും നമ്മുടെ കുട്ടികളുടെ മാതൃക അല്ലേ? ഇപ്പോൾ ഒരു പാസഞ്ചർ പറഞ്ഞു, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പരസ്പരം വീടുകളിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടികൾ ഒരിക്കലും വിവാഹം വേണ്ട, എനിക്ക് ഒരു പാർട്ട്ണർ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കി അവരുടെ പഠനത്തിൽ അവരുടെ കുറച്ചുകൂടി എൻഗേജ്ഡ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഒരു പുതിയ തലമുറയിൽ ഇതൊന്നും വലിയ വേവത്തില്ല. ഇതിപ്പം 40-45 വയസ്സൊക്കെ ഉള്ളതല്ലേ ഇപ്പം ഈ നടക്കുന്നതൊക്കെ. പക്ഷേ ഈ ഒരു കാര്യം എന്താ പറയുക, വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇതുപോലെ ഇപ്പോഴും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരിപ്പോഴും പ്രതികരിക്കുന്നില്ല. ഇപ്പൊ ഇത്രയും വയസ്സായി പുതിയ തലമുറയിൽ ഇത് വേണ്ടെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകും, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ അങ്ങ് പോകും, അവളങ്ങ് സഹിച്ചോളൂ, അല്ലെങ്കിൽ അവനങ്ങ് സഹിച്ചോളൂ.
നമ്മളത് പറയുമ്പോൾ ഭയങ്കര സോഷ്യൽ സ്ട്രക്ചർ എല്ലാം ഭയങ്കരമായിട്ട് ഫ്ലിംസിയായി, അതെല്ലാം അങ്ങനെയായി ഇങ്ങനെയായി, അഹങ്കാരികളുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും എന്തിനാണ് ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ ജീവിതം കൊണ്ടുവന്ന് ഒരുത്തന് വെച്ചു കൊടുത്ത് അവൻ്റെ മുഴുവൻ സംഗതികളും അനുഭവിച്ച്, അവൻ്റെ ആക്രമണം അനുഭവിച്ച്, അവൻ്റെ പീഡനം അനുഭവിച്ച്, അവനൊരു ഉത്തരവാദിത്വവും ബാധ്യതയില്ലാതെ ഇങ്ങനെ നമ്മളില്ല സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യമാണെങ്കിലും ആ പേര് ചേർത്ത് പറഞ്ഞുകൂടെങ്കിലും ഓച്ചറക്കാള പോലെ എന്ന് പറയുന്നത് പോലെ ഒരുതരം കാളയോടൊപ്പം ജീവിച്ച് ജീവിതം കളയുന്നത് എന്തിനാണെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. മറിച്ചുകൊണ്ട് ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് അത്തരമുള്ള സന്ദർഭങ്ങളിൽ എന്തൊക്കെ ആയാലും ഈ പറയുന്ന പോലെ അതിനൊന്നും ജീവിതാവസരം. ഇപ്പം ഈ 10 വയസ്സുള്ള മോടെ കാര്യം എന്ത് ചെയ്യും? അതാണ് ഇപ്പം ഈ കള്ളൂടിയനായി ഇനി ജീവിച്ചിരിക്കുന്നത്. ഈ 30 വയസ്സുള്ള അമ്മ മരിച്ചു. ഈ 10 വയസ്സുള്ള ഈ പെൺകുഞ്ഞിന്റെ ഒരു ഭാവി എന്ന് ആലോചിച്ച് നോക്കേ. യവൻ കുടികൊണ്ട് നന്നാവോ? ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഈ പെൺകുട്ടി? അതാണ് കാര്യം. പല അമ്മമാരും പ്രതികരിക്കാതിരിക്കുകയും ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാകുന്നറിയോ, ഈ കുട്ടി ഒരു പാവവും നിരപരാധിയായിരിക്കും. ഈ കുട്ടിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ ഇല്ലായിരുന്നു. അതെ, ഒരു പിടിവള്ളി എവിടെയെങ്കിലും ആരെങ്കിലും ഒരാളുമായിട്ട് ആ കുട്ടിക്ക് ഒരു സ്നേഹമോ ഇഷ്ടമോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പൊ കുറച്ചുകൂടി അടി കൊണ്ടേനെ എന്ന് തോന്നുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ആ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ. ആ കാര്യം അറിഞ്ഞില്ല. അല്ലെങ്കിൽ അടി കുറഞ്ഞിട്ടുണ്ടോ? അതെ അതെ, തീർച്ചയായും. അല്ലെങ്കിൽ അടി കുറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിതിനെ ഒരു സർവേ എവിടെയെങ്കിലും ഒരു സ്നേഹത്തിന്റെ ഒരു വിൻഡോ, ഇനി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ല, സൗഹൃദമാവട്ടെ, അല്ലെങ്കിൽ ഒരു സുഹൃത്താവട്ടെ, അല്ലെങ്കിൽ ഒരു വല്യച്ഛൻ്റെ മോനാകട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അവരോട് ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമൊക്കെ ഇതുപോലെ പീഡനം അനുഭവിക്കുകയാണെങ്കിൽ ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നതല്ലേ. കുറേ ബന്ധുക്കളെന്ന് പറയുന്നവരും സ്വന്തക്കാരെന്ന് പറയുന്നവരും പിന്നെ സ്റ്റേജിൽ പിടിച്ചിരുത്തുന്ന ഒരമ്മാവൻ, പിടിച്ചുകൊണ്ട് പോകുന്ന ഒരമ്മാവൻ, ഇപ്പോൾ പുതിയ പെണ്ണിനെയാണെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് ഷാള് പിടിച്ച് ഈ മുസ്ലിം കല്യാണത്തിനൊക്കെ ആങ്ങളമാർ ചുരിദാർ ഇട്ടുകൊണ്ടാണ് കൊണ്ടുവന്ന് വേദിക്കകത്താക്കുന്നത്. ഇന്നലെയാണെങ്കിൽ ഒരു കല്യാണത്തിന് ചെറുക്കൻ ഇറങ്ങുമ്പോൾ ഈ കൊരവയിടുന്നു മുസ്ലിം കല്യാണത്തിന് എല്ലാവരും കൂടെ നിന്ന്. അത് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ സാധാരണ ഹൈന്ദവ സാധനങ്ങൾക്കാണ് ഈ കൊരവ കേട്ടിട്ടുള്ളത്. ഇത് അതുപോലെ കൊരവയിടുന്നു. ആ ചടങ്ങിൽ നമുക്ക് കൊരവയിടുമ്പം എന്തോ ഇല്ല കുറുക്കനോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ ഒരു വിശ്വാസപരമായ അത് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തത് ചെയ്യുവാണെങ്കിൽ നമുക്ക് തോന്നുന്നില്ല നായ്ക്കൂട്ടം പിന്നെ ഇത് വെക്കുന്ന പോലത്തെ സൗണ്ടാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ നിന്ന് കാണിച്ചിട്ട് അവനോ അവൾക്കോ ഒരു പ്രശ്നം വരുമ്പം യാതൊരു കാര്യമില്ല. ഈ കളിക്കാനും അവിടുത്തെ ആഘോഷത്തിനും പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ വരുമ്പം അവിടെ ബുഫേ ഉണ്ട്, 5 തരത്തിലെ ജ്യൂസ് ഉണ്ട്, 4 തരത്തിലെ കടിഞ്ചായ ഉണ്ട്. ഇതടിച്ച് നമ്മൾ ഈ ചുണ്ടും തുടച്ചിട്ട് അങ്ങ് പോവുക. പെങ്ങളുടെ മോക്കൊരു പ്രശ്നം വന്നു, പെങ്ങൾക്കൊരു പ്രശ്നം വന്നു, അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ള അതിൽ ചില ആളുകൾ പറയുന്നത് അതിലൊന്നും ഇടപെടുകയും ചെയ്യരുത്. ഇനി ആരെങ്കിലും ഒരുത്തൻ താല്പര്യപൂർവ്വം എനിക്കിപ്പോൾ ഇങ്ങനെ ശരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിനകത്ത് എന്തിനാ നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടരുത്, നമ്മൾ ഒരു കുരുതി കൊടുത്തു പോകും, നമ്മൾ മറ്റേത്. അതുകൊണ്ട് എന്തോ ചെയ്യേണ്ടത്? ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. ഇത്ര ജഡത്വം ബാധിച്ച ഒരു ജനതയും ബന്ധങ്ങളും എന്ന് പറയുന്നതും വലിയൊരു വെല്ലുവിളിയാണ്. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നതും വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നത് ഐഡന്റിഫൈ ചെയ്യുക എന്നതും വലിയ കാര്യമാണ്. ചില ആളുകൾ പുറത്ത് പറയത്തില്ലല്ലോ. അപ്പോൾ പറയുക ആ ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് കൂടി ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കിക്കാണേണ്ടതാണ്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയാവില്ലല്ലോ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിൽ. കൂടെയുള്ളത് സുസ്മിതയാണ്. ഇന്നത്തെ ഒരു ചർച്ച വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്കൊരു പാസഞ്ചർ ഇതാ വന്നിട്ടുണ്ട്. ഹലോ. ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്നത്തെ ചർച്ച വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 പെൺകുട്ടികൾക്കും സ്വന്തം കാലിൽ നിൽക്കാതെ ഒരു പെൺകുട്ടിയെ വിവാഹിതയാക്കരുതെന്നാണ് കുറെ പാസഞ്ചേഴ്സ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച 2 പെൺകുട്ടികൾക്കും ജോലിയുണ്ട്. ആ 2 പെൺകുട്ടികൾക്കും സഹനശക്തി ഇത്രയും നാള് വരെ അവർ സാധിച്ചു. ആ കഴിഞ്ഞപ്പോ അവർ ഒന്ന് തിരിഞ്ഞു നോക്കണമായിരുന്നു. എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ എന്റെ ഭർത്താവിന്റെ സഹായം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ചിന്ത ആ പെൺകുട്ടികൾക്ക് ഉണ്ടാവണം. ഒന്നില്ലല്ലോ. അപ്പൊ ജോലി പറഞ്ഞതുകൊണ്ടും നമുക്ക് ഇതിനകത്ത് ഒരു മെസ്സേജ് കൊടുക്കാനില്ല. അന്ന് പറയുമ്പോ എന്നെ അടിക്കും, കൈ അടിച്ചൊടിക്കും, എടുക്കും, എല്ലാം അവനും പറയുന്നത്. പക്ഷെ അവര് ചെയ്തു പോകും. അവരുടെ സാഹചര്യങ്ങൾ അവരത്രമാത്രം സഹിച്ചിട്ടായിരിക്കും
ആ കുട്ടി അങ്ങനെ ചെയ്തത്. പിന്നെ അതിലപ്പുറം ചിലപ്പോ ചെയ്തു പോകും. അന്നത്തെ ആ മദ്യപാന ശീലത്തിൽ ഞങ്ങൾ പഴയ കാലമുള്ള അമ്മമാര് സഹിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴത്തെ പെൺകുട്ടി സഹിക്കത്തില്ല. സഹിച്ചു നിൽക്കേണ്ട ആവശ്യം എന്താണ്? അതുകൂടി ഇല്ലേ അമ്മേ? ഇല്ല മോളെ, സഹിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവര് സഹിക്കാൻ അവർക്ക് പാർട്ടിയില്ല. അവര് വാരുന്ന സാഹചര്യം അല്ല അങ്ങനെ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ അമ്മ പറയുന്നു പണ്ടുള്ള ആളുകൾ സഹിക്കുന്ന അത്ര പോലെ സഹിച്ചു നിൽക്കാനുള്ള സഹനശേഷി ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് ചൂഷണമാണെങ്കിലും ഇപ്പോഴുള്ള കുട്ടികൾ സഹിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല. ആരായാലും സഹിക്കേണ്ട കാര്യമില്ല അമ്മേ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, സഹിച്ചിട്ട് ഞാൻ പറയട്ടെ, പഴയ ആൾക്കാർ സഹിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു വീട്ടിലും എത്ര ഒരു കുട്ടിയുടെ പകർത്ത് ഒഴുക്കി കിട്ടുന്നതാണ് രക്ഷകർത്താക്കൾ. അവരെ തിരിച്ചെപ്പോഴും പക്ഷെ അവിടെ അനുഭവിക്കുന്ന എല്ലാം സഹിച്ച് അവർക്ക് 2 കുട്ടികളുണ്ടായ ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്നുള്ള കാര്യമില്ല. ആ ഒരു തൊഴിലിന്റെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് അമ്മ പറഞ്ഞ ശരിയാട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു തൊഴിൽ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് മുന്നോട്ട് ജീവിക്കാനൊരു മാർഗം ഉണ്ടല്ലോ. എങ്കിൽ കൂടിയും അതില്ലാത്തവർക്കും ഈ ധൈര്യം വരണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ അമ്മ പറഞ്ഞതിലൊരു കാര്യം എന്ന് വെച്ചാൽ ആരായാലും ഇത്തരത്തിലുള്ള ഇങ്ങനെ ദുഷ്ടതകൾക്കൊന്നും സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കാണ്, ചില അമ്മമാർ എന്ന് വെച്ചാൽ ഒരു 40s ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഈ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരും ഇത്തരത്തിൽ സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോഴും നമുക്ക് വിവാഹമോചനമോ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. നമുക്കൊരു പാസഞ്ചർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ സമയപരിധി കൊണ്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിർത്താം. സമയം കിട്ടില്ല, എപ്പോഴാ സമയം കിട്ടിയതാ. ഓക്കെ, പറയൂ. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതേ, ഇപ്പൊ നമ്മൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാല്, ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചു വിട്ടാ എനിക്കും എന്റെ ഭർത്താവിനും അറിയാവുന്നത് പോലുള്ള കാര്യങ്ങള് പുറത്തൊരാളിന് അറിയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. പുറത്ത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം ചെറിയ സൈക്കോ ആൾക്കാരുണ്ട്. കാരണം അവര് പുറത്ത് ഭയങ്കരമായ സ്നേഹവും കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അവരുടെ ബെഡ്റൂമിലോട്ട് കയറുമ്പോഴായിരിക്കും അവരുടെ തനി സ്വഭാവം അറിയുന്നത്. വീട്ടുകാരെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ അത് പുറത്ത് പറയത്തില്ല. ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികള് ഉള്ള കാര്യം തുറന്ന് പറയാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ സ്വന്തം വീടുകളിൽ നിന്നും അമ്മമാരൊക്കെ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം പറയുമ്പോൾ തന്നെ ചാടിക്കടിക്കുന്ന, അല്ലെങ്കിൽ അയ്യോ വേണ്ട മോളെ നീ ഈ പ്രശ്നം എന്നോട് പറഞ്ഞ് വേറെ ആരോടും ഈ കാര്യം പറയരുത്, കുറച്ച് കാലം കൂടി പിടിച്ച് നിൽക്ക്, നമ്മളൊരു ഡൈവോഴ്സിലേക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല നമുക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ, നിനക്ക് താഴെ ഇനിയും പെൺപിള്ളേരുണ്ട്, ഇനിയും കല്യാണം കഴിക്കേണ്ടവരുണ്ട്, അപ്പോൾ അവരുടെ ലൈഫ് ഇനി എന്താകും എന്നൊക്കെ കരുതിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് മാറിക്കൊടുക്കണമെന്ന് നിർബന്ധിക്കുന്ന അമ്മമാരോട് ഞാൻ പറയുകയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മറ്റൊരാൾ എന്ന് വെച്ചാൽ ആ ഒരു പാർട്ട്ണർ ചെയ്യുന്ന ദുഷ്ടതയേക്കാൾ കൂടുതൽ വലിയ ദുഷ്ടതയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആൾ മനസ്സിലാക്കാതെ പെരുമാറുകയാണ്. പക്ഷെങ്കിൽ സ്വന്തം അമ്മ മക്കളോട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ സമയം ഇവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എൻ്റെ റേഡിയോ 91.2-ൽ.